പക്ഷാഘാതത്തിന്റെ കാരണങ്ങളും അത് വരാതിരിക്കാനുള്ള മുൻകരുതലുകളും വന്നു കഴിഞ്ഞാൽ ചെയ്യേണ്ട കാര്യങ്ങളും അതിനുശേഷമുള്ള റീഹാബിലിറ്റേഷനും ചികിത്സയെപ്പറ്റി ഇന്ന് നമുക്ക് വെബിനാർ നയിക്കുന്നത് കൊച്ചി വടുതല കുമാർ സെന്റർ ഫോർ സ്ട്രോക്ക് ആൻഡ് ന്യൂറോ റീഹാബിലിറ്റേഷനിലെ റീഹാബിലിറ്റേഷൻ മെഡിസിൻ കൺസൾട്ടന്റ് ഡോക്ടർ ശശികുമാർ എൻ ആണ്. ഡോക്ടറുടെ ഒരു പ്രൊഫൈൽ കൂടി പറയുന്നു. Dr. Shashikumar finished MBBS from Medical College Kottayam in 1988, did MD and Diploma in Physical Medicine and Rehabilitation from Medical College Trivandrum in 1992, completed DNB in 1993, became Diplomate in Rehabilitation Medicine for Royal College of Physicians London in 1997, served Ministry of Health Kuwait as specialist till 2002, and worked as the rehabilitation specialist and medical director for NMC Specialty Hospital, Dubai till 2007. Returned to India and established 2 rehabilitation hospitals of 40 beds, Kumar Center for Back and Neck Pain, Tammanam, Kochi, and Kumar Center for Stroke Rehabilitation at Kochi, Kerala. He has nearly 30 years of experience in the field of neuro rehabilitation and pain management. എന്താണ് സ്ട്രോക്ക്? സ്ട്രോക്ക് എന്ന് പറഞ്ഞാൽ ഞാൻ ഇംഗ്ലീഷിൽ കാണിക്കുമെങ്കിലും മലയാളത്തിൽ ഞാൻ സംസാരിക്കാം. നമ്മുടെ തലച്ചോറിലേക്കുള്ള രക്തപ്രവാഹം ഏതെങ്കിലും കാരണവശാൽ തടസ്സപ്പെടുമ്പോൾ നമ്മുടെ ഞരമ്പുകൾക്ക്, നമ്മുടെ ന്യൂറോൺസിന് വരുന്ന ക്ഷതവും അതിനോടനുബന്ധിച്ച് വരുന്ന ഡെഫിസിറ്റ്, അതാണ് അതിനെല്ലാം കൂടെ കൂട്ടിച്ചേർത്താണ് നമ്മൾ സ്ട്രോക്ക് എന്ന് പറയുക. ഈ സ്ട്രോക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഈ ബ്രെയിനിന്റെ ഫങ്ഷൻ പെട്ടെന്ന് നിലച്ചു പോവാണ്. അപ്പൊ അത് പല രീതിയിൽ അത് സംഭവിക്കാം. ഇതിനെ നമ്മൾ ഹാർട്ട് അറ്റാക്ക് എന്ന് പറയുന്ന പോലെ തന്നെ ബ്രെയിൻ അറ്റാക്ക് എന്ന് വേണേലും പറയാം. ആധുനിക ലോകത്ത് ഏറ്റവും ആൾക്കാരെ കൊല്ലുകയും അംഗവൈകല്യങ്ങൾക്ക് കാരണമാകുകയും ചെയ്യുന്ന നാഡീരോഗമാണ് സ്ട്രോക്ക്. അതായത് ന്യൂറോളജിക്കൽ ഡിസീസിൽ ഏറ്റവും കൂടുതൽ മരണപ്പെടുന്നതും അംഗവൈകല്യങ്ങൾക്ക് കാരണമാകുന്നതുമായ അസുഖമാണ് സ്ട്രോക്ക്. ഇതിന്റെ ഒരു എപ്പിഡമോളജി അത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ, ഓരോ വർഷവും 150 ലക്ഷം ആൾക്കാരാണ് സ്ട്രോക്ക് മൂലം സ്ട്രോക്ക് സംഭവിക്കുന്നത്. ക്യാൻസറിനും ഹാർട്ട് അറ്റാക്കിനും ശേഷം ഏറ്റവും കൂടുതൽ ആൾക്കാർ മരണപ്പെടുന്നതും സ്ട്രോക്ക് മൂലമാണ്. പക്ഷേ ഏറ്റവും സിവിയർ ആയിട്ട് ഫിസിക്കൽ ഡിസബിലിറ്റി ഉണ്ടാക്കുന്നതിൽ ഒന്നാമത് നിൽക്കുന്നത് സ്ട്രോക്കാണ്. ഞാൻ അതിന്റെ ഒരു കാരണം പറയാം. അതായത് നമുക്കിപ്പോ ഒരു ഹാർട്ട് അറ്റാക്ക് വന്ന ഒരു രോഗി, അത് ഒരുപക്ഷെ ചിലപ്പോൾ അപകട മരണത്തിലേക്ക് വന്നു എന്ന് വരാം. പക്ഷെ രക്ഷപ്പെടുമ്പോൾ ഈ രോഗി പൂർണ്ണമായിട്ടും ഏതാണ്ട് സുഖപ്പെടുന്നു എന്ന് തന്നെ നമുക്ക് പറയാം. ഒരുപക്ഷെ നമ്മൾ സ്റ്റെന്റിടും, അല്ലെങ്കിൽ നമ്മൾ അതിനുശേഷം സർജറി ചെയ്യും, അല്ലെങ്കിൽ മരുന്നുകൊണ്ട് മാത്രം സുഖപ്പെടും. പക്ഷെ ഈ രോഗിക്ക് തിരിച്ച് നോർമലായിട്ടുള്ള എല്ലാവിധ കാര്യങ്ങളും, പ്രത്യേകിച്ച് അദ്ദേഹം എന്താണ് ജോലി ചെയ്തിരുന്നത്, 90% ആൾക്കാർക്കും ആ പഴയ ജോലിയിലേക്ക് തിരിച്ച് പ്രവേശിക്കാൻ സാധിക്കും. അവർക്ക് അവരുടെ ഏണിങ്സ് ഉണ്ടാക്കാൻ സാധിക്കും. പക്ഷെ സ്ട്രോക്ക് വന്ന ഒരു വ്യക്തിക്ക് അങ്ങനെയല്ല. സ്ട്രോക്ക് വരുമ്പോൾ അതിലൊരു 60% ആൾക്കാർക്കും വളരെ സിവിയർ ആയിട്ടുള്ള ഡിസബിലിറ്റി ഉണ്ടാവും. 80% കൂടുതൽ ആൾക്കാരും തിരിച്ച് ആ പഴയ ജോലിയിലേക്ക് അവർക്ക് പോകാൻ സാധിക്കാതെ വരും. അതുകൊണ്ടാണ് ഈവൻ ഹാർട്ട് അറ്റാക്കിനേക്കാൾ കൂടുതൽ നമ്മൾ സൂക്ഷിക്കേണ്ടതും ആൾക്കാർ ഭയപ്പെടുന്നതും ആക്ച്വലി സ്ട്രോക്കാണ്. അപ്പൊ അതുകൊണ്ട് ഈ സ്ട്രോക്ക് വരാതിരിക്കാനുള്ള കാരണങ്ങൾ ഞാൻ പറയുമ്പോൾ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇനി സ്ട്രോക്ക് ഇന്ത്യയിൽ നോക്കുകയാണെങ്കിൽ ഏകദേശം 1002 പേർക്ക് സ്ട്രോക്ക് വരുന്നതായി കാണുന്നു. 10,006 പേര് സ്ട്രോക്ക് കൊണ്ട് മരിക്കുന്നു. സ്ട്രോക്കിന്റെ എണ്ണം ഓരോ പ്രതി കൂടുന്നുണ്ട്. അത് പല കാരണങ്ങളുണ്ട്. അതിലൊരു പ്രധാനപ്പെട്ട കാരണം നമ്മുടെ പുവർ ലൈഫ് സ്റ്റൈലാണ്. പണ്ടത്തെ പോലെയുള്ള ഒരു ആക്റ്റീവ് ലൈഫ് സ്റ്റൈൽ അല്ല നമുക്കുള്ളത്. പിന്നെ നമ്മുടെ ആയുർദൈർഘ്യം കൂടുന്നതനുസരിച്ച് സ്ട്രോക്ക് ഉണ്ടാവാനുള്ള സാധ്യതകളും കൂടി വരുന്നുണ്ട്. ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് ഈ കോവിഡ് കാലത്ത് നമ്മൾ കണ്ടുവരുന്ന ഒരു സംഗതി, സ്ട്രോക്കിന്റെ നമ്പർ ഓഫ് സ്ട്രോക്ക് കൂടുതലാണ്. ഒരുപാട് പേഷ്യൻസ് സ്ട്രോക്കുമായിട്ട് വരുന്നവർക്ക് കോവിഡ് ഉണ്ടെന്ന് ഡയഗ്നോസ് ചെയ്യപ്പെടുന്നു. അപ്പൊ ഇത് രണ്ടും തമ്മിൽ ഒരു ബന്ധമുണ്ട് എന്ന് വേണം അനുമാനിക്കാനായി. So stroke is the first leading cause of disability and third leading cause of death. നമ്മുടെ ഒരു സ്റ്റാറ്റിസ്റ്റിക്സ് പരിശോധിച്ച് നോക്കുകയാണെങ്കിൽ 15-20% ആൾക്കാർ സ്ട്രോക്ക് വന്ന് മരിച്ചു. നമ്മൾ ആദ്യത്തെ അക്യൂട്ട് സ്ട്രോക്ക് വരുമ്പോൾ ഒരു 20% ആൾക്കാർ നന്നായിട്ട് റിക്കവർ ചെയ്യും. അവർക്ക് വലിയ പ്രോബ്ലം ഉണ്ടാവില്ല. അവർ തിരിച്ച് നോർമൽ ലൈഫിലേക്ക് വരാറുണ്ട്. പക്ഷെ ഏകദേശം 50% മുതൽ 60% വരെയുള്ള ആൾക്കാർക്ക് സിവിയർ ആയിട്ടുള്ള ന്യൂറോളജിക്കൽ ഡെഫിസിറ്റ് ഉണ്ടാവും.
WHO പ്രകാരം ഏതാണ്ട് 1,50,00,000 ആൾക്കാർ ഈ സ്ട്രോക്കിലെ സിവിയർ പ്രോബ്ലം ആയിട്ട് ഇന്ത്യയിൽ ജീവിക്കുന്നുണ്ട്. ഓരോ വർഷവും 25 ലക്ഷം വെച്ച് ഇതിനോട് ആഡ് ചെയ്യുന്നുണ്ട്. ഇനി ഏതൊക്കെ ടൈപ്പാണ് സ്ട്രോക്ക്? സ്ട്രോക്ക് എന്ന് പറയുമ്പോൾ മെയിൻ ആയിട്ട് നമ്മൾ പറയും ഇസ്കീമിക് സ്ട്രോക്ക്, ഹെമറാജിക് സ്ട്രോക്ക്, ട്രാൻസിയന്റ് ഇസ്കീമിക് സ്ട്രോക്ക്. ഓരോന്നും നോക്കാം. ഇടതുവശത്തെ സ്ക്രീനിൽ നോക്കുമ്പോൾ ഇസ്കീമിക് സ്ട്രോക്ക് കാണാം. ഇതില് എന്താ സംഭവിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ബ്ലഡ് വെസലിനകത്ത് ഒരു ക്ലോട്ട് ഉണ്ടാകുന്നു. അപ്പൊ എന്നിട്ട് ആ ക്ലോട്ട് മുകളിലേക്ക് ഡിസ്ലോഡ് ചെയ്ത് അത് നമ്മുടെ തലച്ചോറിലെ ഏതെങ്കിലും ഒരു രക്തക്കുഴല് അടയ്ക്കുമ്പോഴാണ് അത്രയും ഭാഗത്തെ ന്യൂറോൺസ് ഡെഡ് ആകുകയും പ്രവർത്തനരഹിതമാകുകയും ആ ന്യൂറോൺസ് കൺട്രോൾ ചെയ്യുന്ന ഫങ്ഷൻസ്, അതൊരു പക്ഷെ കേൾവിയാവാം, ഒരുപക്ഷെ കാഴ്ചയാവാം, ഒരുപക്ഷെ കംപ്ലീറ്റ് തളർച്ചയാവാം. അപ്പൊ ഏത് ഭാഗത്ത് ഏത് സ്ഥലത്താണോ ഈ ബ്ലോക്ക് വരുന്നത് അത് നമ്മുടെ ബ്രെയിനിൽ എന്താണോ റെപ്രസെന്റ് ചെയ്യുന്നത് ആ ഭാഗമാണ് നഷ്ടപ്പെടുക. അപ്പൊ അതിന്റെ ഫലമായിട്ട് ആ ഭാഗം നിയന്ത്രിക്കുന്ന പ്രവർത്തനങ്ങളാണ് നമുക്ക് നഷ്ടപ്പെടുക. ഇടതുവശത്താണ് ക്ലോട്ട് ഉണ്ടാകുന്നതെങ്കിൽ നമുക്ക് കൂടുതൽ ഡെഫിസിറ്റ് വരുന്നത് വലതുവശത്തായിരിക്കും. ചെറിയ മിഡ്ഭാഗത്ത് ഉണ്ടാവാം. അപ്പൊ ഏത് സ്ഥലത്ത് വേണേലും ഉണ്ടാവാം. ഇതിൽ നമുക്ക് മൾട്ടിപ്പിൾ ആർട്ടറീസ് ഉണ്ട്. അപ്പൊ ഈ ആർട്ടറീസിൽ ഏതിൽ വേണേലും ഉണ്ടാവാം. ഏറ്റവും കോമൺ ആയിട്ട് മിഡിൽ സെറിബ്രൽ ആർട്ടറി എന്ന് പറയുന്ന ആർട്ടറി സപ്ലൈ ചെയ്യുന്ന സ്ഥലത്താണ് സ്ട്രോക്ക് ഉണ്ടാകുക. ഇനി എന്താണ് ഹെമറാജിക് സ്ട്രോക്ക്? ഹെമറാജിക് സ്ട്രോക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ തലച്ചോറിനകത്തെ രക്തക്കുഴലുകൾ പൊട്ടുമ്പോഴാണ് ബ്ലീഡ് ഉണ്ടാവുന്നത്. അപ്പൊ പൊട്ടാനായിട്ടുള്ള പ്രധാന കാരണങ്ങളിലൊന്ന് ചെറിയ ബബിള് പോലെ അനൂരിസം എന്ന് പറയുന്ന ഒരു സംഗതി ഉണ്ടാകാം. അതല്ലെങ്കിൽ നമ്മുടെ ബ്ലഡ് പ്രഷർ കൂടിയിട്ട് ബ്ലഡ് വെസൽ വീക്ക് ആയിട്ട് അത് പൊട്ടാം. ഇതാണ് അതിന്റെ ഒരു കോമൺ ആയിട്ടുള്ള കാര്യം. എന്താണ് ട്രാൻസിയന്റ് ഇസ്കീമിക് അറ്റാക്ക്? ട്രാൻസിയന്റ് ഇസ്കീമിക് അറ്റാക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു ട്രാൻസിയന്റ് ആയിട്ട് ഒരു ക്ലോട്ട് ഉണ്ടാകും. ഈ ട്രാൻസിയന്റ് ആയിട്ട് ഉണ്ടാകുന്ന ക്ലോട്ട് നമ്മുടെ ബ്രെയിനിൽ ഒരു ഭാഗത്ത് ലോഡ് ചെയ്യുമ്പോൾ ടെമ്പററി ആയിട്ട് 24 മണിക്കൂറിനകത്ത് അലിഞ്ഞു പോകുന്നു. അപ്പൊ ആ 24 മണിക്കൂറിൽ താഴെ ഇതിന്റെ സിംറ്റംസ് സ്ട്രോക്കിന് നിൽക്കുന്നുണ്ട്. ഇതിനാണ് നമ്മൾ ട്രാൻസിയന്റ് ഇസ്കീമിക് അറ്റാക്ക് എന്ന് പറയുന്നത്. ട്രാൻസിയന്റ് ഇസ്കീമിക് അറ്റാക്ക് നമ്മളൊരു മെഡിക്കൽ എമർജൻസി പോലെ കൺസിഡർ ചെയ്യണം. കാരണം എന്തെന്നാൽ ഈ ട്രാൻസിയന്റ് ഇസ്കീമിക് അറ്റാക്ക് പെട്ടെന്ന് തന്നെ സ്ട്രോക്ക് ആയിട്ട് മാറാറുണ്ട്. നമ്മൾ പലപ്പോഴും പറയാറുണ്ട്, അയ്യോ എന്റെ റിലേറ്റീവിനെ ഞാൻ ആശുപത്രിയിൽ കൊണ്ടുവന്നപ്പം ഒരു ചെറിയ തളർച്ച മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, പക്ഷെ ഏതാനും മണിക്കൂറുകൾ കഴിഞ്ഞപ്പോൾ ഇതൊരു ഫുൾ ഫ്ലഡ്ജഡ് സ്ട്രോക്ക് ആയിട്ട് മാറിയെന്ന്. ഇത് ട്രാൻസിയന്റ് ഇസ്കീമിക് അറ്റാക്ക് ആണ് ഫുൾ ഫ്ലഡ്ജഡ് സ്ട്രോക്ക് ആയിട്ട് മാറുന്നത്. പലപ്പോഴും നമ്മൾ ആൾക്കാരൊക്കെ മിസ്ലീഡ് ചെയ്തിട്ട് ഇത് ആശുപത്രിയുടെ ഭാഗത്തു നിന്നുള്ള കുഴപ്പമാണെന്നൊക്കെ പറയാറുണ്ട്. പക്ഷെ അത് ശരിയല്ല. കാരണം ട്രാൻസിയന്റ് ഇസ്കീമിക് അറ്റാക്ക് എപ്പോഴും ഒരു സ്ട്രോക്കിന്റെ ഫോർറണ്ണർ ആണ്. അപ്പൊ നമുക്ക് റിസ്ക് ഫാക്ടേഴ്സ് നോക്കാം. ദിസ് ഈസ് വെരി ഇമ്പോർട്ടന്റ്. അപ്പൊ നിങ്ങൾ വളരെ ശ്രദ്ധിക്കുക. രണ്ടാമത് എഴുതിയിരിക്കുന്ന CAD, അതായത് കൊറോണറി ആർട്ടറി ഡിസീസ്. നമ്മുടെ ഹാർട്ടിന്റെ ബ്ലഡ് വെസൽസിന് കുഴപ്പമുണ്ട് എന്ന് വരികിൽ സ്ട്രോക്ക് ഉണ്ടാവാം. കാരണം അവിടെ നിന്ന് ഒരു ക്ലോട്ട് ഡിസ്ലോഡ് ചെയ്ത് ഹാർട്ടിൽ കൂടെ മുകളിലേക്ക് പോകാൻ സാധിക്കും. മൂന്നാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാരണമാണ് ഹൈ ബ്ലഡ് പ്രഷർ. ഇതിനെക്കുറിച്ച് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് താഴെ സംസാരിക്കുന്നുണ്ട്. പിന്നീടുള്ളത് ഹൈ കൊളസ്ട്രോൾ ലെവല്, സ്മോക്കിംഗ്, ഹാർട്ട് ഡിസീസ്. എന്താണ് ഈ കൊറോണറി ആർട്ടറി ഡിസീസും ഹാർട്ട് ഡിസീസും തമ്മിലുള്ള വ്യത്യാസം എന്ന് ചോദിച്ചാല്, ഹാർട്ടിന് നമുക്ക് പലപ്പോഴും നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഹാർട്ടിന്റെ ഉള്ളില് ഒരു കറണ്ട് ഉണ്ടാവും. ആ കറണ്ടാണ് നമ്മൾ ECG ആയിട്ട് റെക്കോർഡ് ചെയ്യുന്നത്. ഈ കറണ്ട് ഉണ്ടാകുന്ന ആ സ്ഥലത്ത് നിന്ന് ചിലപ്പോഴൊക്കെ അല്ലെങ്കിൽ മൾട്ടിപ്പിൾ ആയിട്ടുള്ള ഏരിയാസിൽ റിതത്തിന് വരുന്ന കുഴപ്പം. റിതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹാർട്ട് അടിക്കുന്ന ആ രീതി ചിലപ്പോഴൊക്കെ വളരെ റാപ്പിഡ് ആയിട്ട് അടിക്കും. അപ്പൊ നമ്മൾ പറയാം അതിന് ഫിബ്രിലേഷൻ ഉണ്ട്, അല്ലെങ്കിൽ ടാക്കിക്കാർഡിയ ഉണ്ട് എന്ന് പറയും. ടാക്കിക്കാർഡിയ, ഫിബ്രിലേഷൻ, അരിതമിയ. ഈ 3 സംഗതികളോ ഉണ്ടെന്ന് വരികില് നമ്മുടെ ഹൃദയം നമ്മുടെ ലെഫ്റ്റ് വെൻട്രിക്കിൾ പമ്പ് ചെയ്യുന്ന സമയത്ത് ഈ ഹാർട്ട് മുഴുവനായിട്ട് പമ്പ് ചെയ്യാതെ വരുമ്പോൾ അവിടെ കൂടുതൽ ബ്ലഡ് ക്ലോട്ട് ഉണ്ടാവാനുള്ള സാധ്യതകൾ വരും. ഈ ബ്ലഡ് ക്ലോട്ട് ആയിട്ട് എവിടെയെങ്കിലും ഡിസ്ലോഡ് ചെയ്യാം. അത് ഹാർട്ടിൽ തന്നെ ഡിസ്ലോഡ് ചെയ്താൽ ഹാർട്ട് അറ്റാക്ക് ആവും, ലങ്ങിൽ ചെയ്ത പൾമണറി എംബോളിസം ആകാം, അതുപോലെ ബ്രെയിനിൽ പോയാൽ ബ്രെയിൻ അറ്റാക്ക് അല്ലെങ്കിൽ സ്ട്രോക്ക് ഉണ്ടാവാം. പിന്നെ നമ്മൾ ഒരു 10-30 വർഷം മുമ്പ് ഞങ്ങളൊക്കെ സ്റ്റുഡൻസ് ആയിരിക്കുന്ന സമയത്ത് റുമാറ്റിക് ഹാർട്ട് ഡിസീസ് എന്ന് പറഞ്ഞൊരു കണ്ടീഷൻ വളരെ കോമൺ ആയിരുന്നു. റുമാറ്റിക് ഹാർട്ട് ഡിസീസ് എന്ന് പറയുന്നത് നമ്മുടെ ഹൃദയത്തിന്റെ വാൽവുകളെ ബാധിക്കുന്ന ഒരു ബാക്ടീരിയ കൊണ്ട് ബാധിക്കുകയും ആ വാൽവ്സ് തകരാറിലാവുകയും ചെയ്യും. അപ്പൊ ഇങ്ങനെ വരുന്ന കേസിൽ കുറെ നാൾ കഴിയുമ്പോൾ ഈ വാൽവ് ഒരു തടസ്സം, അതേപോലെ തന്നെ ഹാർട്ടിൽ ഉണ്ടാകുന്ന ട്യൂമറുകൾ, ഇങ്ങനെ ഏതെങ്കിലും ഒരു കാരണവശാൽ നമ്മുടെ രക്തം ഒഴുകുന്നതിന് തടസ്സമുണ്ടാകുകയാണെങ്കിൽ, അത് സ്ലോ ആവുകയാണെങ്കിൽ, രക്തത്തിലെ ഘടകങ്ങൾക്കുണ്ടാകുന്ന വ്യതിയാനം മൂലം, ഈ വക കാരണങ്ങളൊക്കെ കൊണ്ട് നമുക്ക്
ക്ലോട്ട് മുകളിലേക്ക് പോയി അത് അത് ലോഡ് ചെയ്ത് നമുക്ക് സ്ട്രോക്ക് ഉണ്ടാവാം. അതാണ് ഹാർട്ട് ഡിസീസ് എന്ന് പറയുന്നത്. പിന്നെ ഉള്ളത് ഡയബറ്റീസ്. എന്താണ് ഡയബറ്റീസിൽ സംഭവിക്കുക? നമ്മുടെ ബ്ലഡ് വെസൽസിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ, ചേഞ്ചസ്, ഇതാണ് സ്ട്രോക്കിനും അതേപോലെ തന്നെ ഹാർട്ട് അറ്റാക്കിനും കാരണമാകുന്നത്. ഇനി നമുക്ക് നോക്കാം അടുത്ത എക്സസീവ് ആൽക്കഹോൾ കൺസംപ്ഷൻ. ഇതിനെക്കുറിച്ച് എനിക്കൊരു വാക്ക് പറയാനുണ്ട്. കാരണം എന്തെന്ന് ചോദിച്ചാൽ, നിർഭാഗ്യവശാല് നമ്മൾ മലയാളികള് കേരളത്തില് പ്രത്യേകിച്ചും ആൽക്കഹോൾ കൺസംപ്ഷൻ പെർ ഹെഡ് വളരെ കൂടുതലാണ് ബാക്കിയുള്ള സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച്. ഇത് നമ്മൾ കഴിക്കുന്ന അല്ലെങ്കിൽ ആൾക്കാർ ഉപയോഗിക്കുന്ന മദ്യത്തിന്റെ അളവ് മാത്രമല്ല ഇതിനകത്ത് പ്രശ്നം. ഇതിനകത്ത് പ്രശ്നം എന്ന് പറയുന്നത് നമ്മൾ കഴിക്കുന്ന രീതി. ഉദാഹരണത്തിന് നമ്മൾ പുറത്തോ അല്ലെങ്കിൽ വിദേശത്തൊക്കെ ആണെന്നുണ്ടെങ്കിൽ അവര് ഒരു വീക്കെൻഡിലൊക്കെയാണ് ഇത് കഴിക്കുക. അതേപോലെ തന്നെ ഒരു 2-3 പെഗ് ഒക്കെ കഴിക്കുന്നതിന് ഒരേ സമയമെടുത്താണ് അവർ കഴിക്കുക. അപ്പൊ അത് വളരെ സ്ലോ ആയിട്ടാണ് മെറ്റബോളൈസ് ചെയ്യുന്നത്. അപ്പൊ നമ്മുടെ ലിവറിനും നമ്മുടെ ഹാർട്ടിനും ഒക്കെ ഇത് അഡ്ജസ്റ്റ് ചെയ്ത് ഇത് ഡൈജസ്റ്റ് ചെയ്ത് ഇത് പ്രോപ്പറായിട്ട് മെറ്റബോളൈസ് ചെയ്യാനുള്ള സമയം കിട്ടും. പക്ഷെ പലപ്പോഴും നമ്മള് മലയാളികൾ അങ്ങനെയല്ല. മലയാളികൾ ഒന്നിച്ച് മദ്യം അകത്താക്കുന്ന ആൾക്കാരാണ്. അതൊരു വളരെ തെറ്റായ രീതിയാണ്. പിന്നെ നമ്മൾ എല്ലാത്തിനും തൊട്ടതിനും പിടിച്ചതിനും, അത് ജനനമായാലും മരണമായാലും ആൽക്കഹോൾ കൊണ്ട് ആഘോഷിക്കുന്ന ഒരു രീതിയുണ്ട്. അത് വളരെ തെറ്റാണ്. ഈ ആൽക്കഹോൾ കൺസംഷൻ ഒരുപാട് പ്രോബ്ലംസ് ഉണ്ടാകും. അത് നിങ്ങൾ വിചാരിക്കുന്ന പോലെ ലിവർ സിറോസിസ് മാത്രമല്ല ഉണ്ടാക്കുക, അത് ബ്ലഡ് പ്രഷർ കൂടാൻ ഇടയാക്കും, ഡയബറ്റീസിന് വഴിതെളിക്കും, ഹാർട്ട് അറ്റാക്കിന് വഴിതെളിക്കും, കിഡ്നി അസുഖങ്ങൾക്ക് വഴിതെളിക്കും, അതേപോലെ തന്നെ ബ്രെയിൻ അറ്റാക്കും സ്ട്രോക്കിനും ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. ഞാനൊക്കെ കോട്ടയം മെഡിക്കൽ കോളേജിൽ പഠിക്കുന്ന സമയത്ത് ഞങ്ങൾ ആൽക്കഹോളിക് ലിവർ ഡിസീസ് പേഷ്യൻസിനെ കാണുന്നത് വളരെ അപൂർവമായിരുന്നു. പക്ഷെ ഇന്ന് അതല്ല സ്ഥിതി. വാർഡിലെ പകുതി പേഷ്യൻസും ആൽക്കഹോളിക് ലിവർ ഡിസീസാണ്. അപ്പൊ അതുകൊണ്ട് ഇത് പ്രത്യേകം മനസ്സിൽ വെക്കുക. വളരെ മിതമായ അളവിൽ സമയമെടുത്ത് മാത്രം ആൽക്കഹോൾ ഉപയോഗിക്കുക, കഴിയുന്നതും ഉപയോഗിക്കാതിരിക്കുക. പിന്നെ നമുക്ക് ഫാമിലി ഹിസ്റ്ററി, സ്ട്രോക്ക് വന്നിട്ടുള്ള ആൾക്കാരില് ഫാമിലിയിൽ സ്ട്രോക്ക് ഉണ്ട് എന്ന് വരികയും നമുക്ക് സ്ട്രോക്ക് ഉണ്ടാവാനുള്ള സാധ്യതകൾ കൂടുതലാണ്. പക്ഷെ ഇത് നമുക്ക് മോഡിഫൈ ചെയ്യാൻ പറ്റില്ല. കാരണം ഇത് ഒരു ജനറ്റിക്കൽ ഫാക്ടറാണ് അതിനകത്ത് ഉള്ളത്. അപ്പൊ അതിന് നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബാക്കിയുള്ള കാര്യങ്ങൾ, നമ്മുടെ പ്രഷർ നിയന്ത്രിക്കുക, നമ്മുടെ കൊളസ്ട്രോൾ നിയന്ത്രിക്കുക, സ്മോക്കിംഗ് ഉണ്ടാവാതിരിക്കുക, അധികം ആൽക്കഹോൾ ഉപയോഗിക്കാതിരിക്കുക, റെഗുലറായിട്ട് എക്സർസൈസ് ചെയ്യുക, ഡയറ്റ് നന്നായി നോക്കുക. അപ്പൊ ഇതൊക്കെ നമ്മൾ ചെയ്യേണ്ടതുണ്ട്. ഫാമിലി ഹിസ്റ്ററി ഉണ്ടെങ്കിൽ ഏജ് നമുക്ക് മോഡിഫൈ ചെയ്യാൻ പറ്റില്ല. കാരണം 60 വയസ്സിന് മുകളിലാണ് സ്ട്രോക്ക് കൂടുതൽ. അത് പ്രായമാവും തോറും സ്ട്രോക്കിന് ഉള്ള ചാൻസസ് കൂടും. അതേപോലെ തന്നെ ആണുങ്ങളിലാണ് ഇത് കൂടുതൽ. റേസ് നമുക്ക് ഇന്ത്യൻസിൽ അങ്ങനെ ഒരു പ്രത്യേകിച്ച് റേസ് പറയാനില്ലെങ്കിലും ഗ്രീക്കേഴ്സിൽ ഇത് വളരെ കൂടുതലാണ്. പിന്നത്തെ ഒരു മേജർ റിസ്ക് ഫാക്ടറാണ് ഒബീസിറ്റി. അതിനെക്കുറിച്ച് ഞാൻ കൂടുതൽ താഴോട്ട് വരാം. ഹോമോസിസിനെ കുറിച്ചും. ഇനി ഏറ്റവും പ്രധാനപ്പെട്ടത് നമുക്ക് എന്തൊക്കെയാണ് വാർണിംഗ് സൈൻസ് ഓഫ് ദ സ്ട്രോക്ക് നോക്കാം. ഒന്ന്, നമ്മുടെ ഫേസിൽ ഉണ്ടാകുന്ന നമ്മുടെ മുഖം ഒരു വശത്തേക്ക് കൂടിപ്പോവുക, മുഖം അല്ലെങ്കിൽ ഒന്ന് ചെരിഞ്ഞു പോവുക, നമ്മുടെ കണ്ണ് രണ്ടും അണീക്വലായി പെട്ടെന്ന് മാറുക, നമ്മുടെ കൈക്കോ കാലിനോ നമുക്ക് ഉയർത്താനോ അല്ലെങ്കിൽ നമുക്ക് ബലക്കുറവ് അനുഭവപ്പെടുക, എഴുന്നേറ്റ് നിൽക്കുമ്പോൾ നമ്മൾ വേച്ചു പോവുക, നമുക്ക് സംസാരിക്കുമ്പോൾ കുഴഞ്ഞു പോവുക. ഈ 3 ലക്ഷണങ്ങൾ ഉണ്ടെങ്കിൽ ഇത് സ്ട്രോക്ക് ആവാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ്. അപ്പൊ തന്നെ ഒരു ആംബുലൻസ് വിളിച്ച് ഏറ്റവും നിയറസ്റ്റ് ആയിട്ടുള്ള ഹോസ്പിറ്റലിലേക്ക് പോകണം. ഒന്നും കൂടെ ഞാൻ ആ ലക്ഷണങ്ങൾ പറയാം. ഫേസ് ഡ്രൂപ്പിംഗ്, ഒരു ആള് നമ്മൾ ചിരിക്കാൻ ശ്രമിക്കുമ്പോൾ മുഖം കോടിപ്പോവുക, കൈ ഉയർത്താൻ സാധിക്കാതിരിക്കുക, നടക്കാൻ ബുദ്ധിമുട്ടുണ്ടാകുക. പിന്നെ കൺഫ്യൂഷൻ. ചിലപ്പോൾ നമ്മൾ സ്ട്രോക്ക് പ്രസന്റ് ചെയ്യുന്നത് നമുക്ക് സംസാരിക്കാൻ പറ്റാത്ത രീതിയിലായിരിക്കും. പക്ഷെ ഇതൊന്നും അല്ലാതെ പ്രത്യേകിച്ച് ഹെമറാജിക് സ്ട്രോക്ക് ആണെങ്കിൽ വരുന്ന ഒരു വലിയ കുറെ സിംറ്റംസ്, ചിലപ്പോൾ നമ്മൾ പേഷ്യന്റിനെ കാണുന്നത് തന്നെ അൺകോൺഷ്യസ് ആയിരിക്കും. പേഷ്യന്റിന് ബോധമില്ലാത്ത രീതിയിലായിരിക്കും. ചിലപ്പോൾ വീണ് കിടക്കുകയായിരിക്കും, അല്ലെങ്കിൽ രാവിലെ നമ്മൾ വിളിക്കുമ്പോൾ ഉണരാൻ സാധിക്കാത്ത രീതിയിലായിരിക്കാം. പിന്നെ ഹെമറാജിക് സ്ട്രോക്കിന് പ്രത്യേകിച്ചും ഉണ്ടാകുന്ന ഒരു സംഗതിയാണ് സിവിയർ ആയിട്ടുള്ള ഹെഡേക്ക്, സിവിയർ ആയിട്ടുള്ള വോമിറ്റിംഗ്. അതായത് ഒരു പ്രൊജക്ടൈൽ വോമിറ്റിംഗ് എന്ന് പറയുന്നത്, നമ്മൾ പെട്ടെന്ന് ഒരു വാർണിംഗ് ഒന്നും ഇല്ലാതെ നമ്മുടെ വയറിന്നല്ലാതെ പെട്ടെന്ന് വരുന്ന വോമിറ്റിംഗ്, അത് നമ്മുടെ തലച്ചോറിലെ പ്രഷർ കൂടി നിൽക്കുന്നതിന്റെ ഒരു ലക്ഷണമാണ്. പിന്നെ ചിലര് നമുക്ക് ഫിക്സ് ആയിട്ടാണ് പ്രസന്റ് ചെയ്യുക. അപ്പൊ സ്ട്രോക്ക് പല രീതിയിലും പ്രസന്റ് ചെയ്യാം. എങ്കിലും ഏറ്റവും കൂടുതൽ നമുക്ക് ഇസ്കീമിക് സ്ട്രോക്ക് ആണ്. അത് 80% ഇസ്കീമിക് സ്ട്രോക്ക് ആണ്. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ അതിന്റെ ലക്ഷണങ്ങൾ പറയുന്നത്. അപ്പൊ ഒന്നുകൂടെ സ്ട്രോക്ക് റെക്കഗ്നീഷൻ നിങ്ങൾ ശ്രദ്ധിക്കുക. ആളിനോട് നാക്ക് പുറത്തേക്ക് നീട്ടി ഒന്ന് ചിരിക്കാൻ പറയുക, കൈയോ ഒരു സെന്റൻസ് പൂർണ്ണമായിട്ട് പറയാൻ പറയുക, നമ്മുടെ കൈ മാറി മാറി കൈ ഉയർത്താനോ പറയുക, നടക്കാൻ പറയുക. ഇതിനുണ്ടാകുന്ന ഈ 3 ലക്ഷണങ്ങൾ ഉണ്ട് എന്ന് വരികിൽ
അത് സ്ട്രോക്ക് ആവാനുള്ള സാധ്യതകളുണ്ട്. അങ്ങനെയാണെങ്കിൽ എന്താണ് ചെയ്യുക? അപ്പോൾ നമുക്ക് ടൈം ലോസ്റ്റ് ഈസ് ബ്രെയിൻ ലോസ്റ്റ്. അതായത് നിങ്ങൾ നഷ്ടപ്പെടുത്തുന്ന ഓരോ മിനിറ്റും നമ്മളുടെ ബ്രെയിൻ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഇതിനാണ് നമ്മൾ ഗോൾഡൻ അവർ എന്ന് പറയുന്നത്. അപ്പോൾ ഫസ്റ്റ് അവർ ഈസ് ദ ബെസ്റ്റ് ടൈം ഫോർ റിക്കവറി ഈസ് പ്രോപ്പർലി ട്രീറ്റ്. അതിന് കാരണങ്ങളുണ്ട്, അത് ഞാൻ താഴോട്ട് വരുമ്പോൾ പറയാം. ഏതാണ്ട് 4.5 മണിക്കൂർ വരെ നമുക്ക് ഈ സ്ട്രോക്ക് വരുന്ന പേഷ്യൻസിന് നമുക്ക് ക്ലോട്ട് ലൈസ് ചെയ്യാനായിട്ടുള്ള മരുന്ന് കൊടുക്കാൻ സാധിക്കും. അതുകൊണ്ട് 4.5 മണിക്കൂർ കഴിയുമ്പോൾ നമുക്ക് സ്ട്രോക്കിൽ നിന്ന് നമുക്ക് ആ റിക്കവറി കിട്ടാനുള്ള സാധ്യതകൾ കുറയും. അതുകൊണ്ട് ടേക്ക് ദ പേഷ്യന്റ് ഹോസ്പിറ്റൽ വേർ ദർ ഈസ് എ CT സ്കാൻ ആൻഡ് ഇഫ് പോസിബിൾ എ ന്യൂറോളജിസ്റ്റ്. ഇതാണ് നമ്മൾ ഒക്കെ ചെയ്യേണ്ടത്. ആംബുലൻസ് വിളിക്കുക, CT സ്കാൻ ഉണ്ടെന്ന് നിങ്ങൾക്ക് അറിയാവുന്ന ഒരു നല്ല ഹോസ്പിറ്റലിലേക്ക് അപ്പോൾ തന്നെ പോകുക. പലപ്പോഴും കാണുന്ന ഒരു മിസ്റ്റേക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ഒന്ന് ഒരു ചെറിയ ബോധക്കേടേ ഉള്ളൂ, നമുക്ക് അടുത്തുള്ള ഒരു ചെറിയ ക്ലിനിക്കിൽ ഒന്ന് കാണിച്ചിട്ട് പോവാം. പക്ഷെ അവിടെ നമുക്ക് സമയം നഷ്ടം വരും. ഒരിക്കലും നമുക്ക് സ്ട്രോക്ക് സംശയിക്കുന്ന ഒരു രോഗിക്ക് ചെയ്യരുത്. അപ്പോ പക്ഷാഘാതം വന്ന രോഗികളെ എത്രയും പെട്ടെന്ന് CT സ്കാൻ സൗകര്യമുള്ള ആശുപത്രിയിൽ എത്തിക്കുന്നത് രോഗികളെ രക്ഷപ്പെടുത്താനും സ്ട്രോക്കിന് ശേഷമുള്ള വൈകല്യം കുറയ്ക്കുവാനും സാധിക്കും. നമ്മൾ ഒരുപാട് ടെസ്റ്റുകൾ നമ്മൾ അവിടെ ചെല്ലുമ്പോൾ ചെയ്യാറുണ്ട്. പക്ഷേ വൺ സിംഗിൾ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടെസ്റ്റ് CT സ്കാൻ ആണ്. പിന്നെ നമുക്ക് സമയമെടുത്ത് കുറച്ച് ലൈസ് ഒക്കെ ചെയ്ത് സ്റ്റെബിലൈസ് ചെയ്ത് കഴിഞ്ഞു കഴിയുമ്പോൾ MRI ചെയ്യാറുണ്ട്, ആൻജിയോഗ്രാഫി ചെയ്യാറുണ്ട്, ECG നോക്കും, എക്കോ കാർഡിയോഗ്രാം നോക്കും, അങ്ങനെ കുറെ കാര്യങ്ങൾ. പിന്നെ ബ്ലഡിൽ നമ്മൾ കുറെ വർക്കപ്പ്, ഹോമോസിസ്റ്റീൻ ലെവൽസ് എല്ലാം നമ്മൾ ഷുഗറിന്റെ ലെവൽ ഇതൊക്കെ നോക്കാറുണ്ട്. പിന്നെ നമുക്ക് ഈ ട്രീറ്റ്മെന്റ് ഓഫ് സ്ട്രോക്ക് എങ്ങനെയാണ് ഒരു അക്യൂട്ട് ആയിട്ട് വന്ന പേഷ്യന്റ് നമ്മൾ സാധാരണ ഹോസ്പിറ്റലോ അല്ലെങ്കിൽ ഹോസ്പിറ്റലിൽ എത്തുന്നതിന് മുമ്പോ മാനേജ് ചെയ്യുന്നതെന്ന് നോക്കാം. ഞാൻ മുമ്പ് പറഞ്ഞ പോലെ ഒരു 20% ആൾക്കാരിൽ ഹെമറേജ് വരുന്ന, പ്രത്യേകിച്ച് ഹെമറേജ് വരുന്ന പേഷ്യൻസിൽ അവർ ചിലപ്പോൾ അൺകോൺഷ്യസ് ആയിരിക്കും. അൺകോൺഷ്യസ് ആണെങ്കിൽ ഏതൊരു അൺകോൺഷ്യസ് പേഷ്യന്റിനെയും നമ്മൾ മാനേജ് ചെയ്യുന്നത് പോലെ അവർക്ക് ഒരു കാർഡിയോ പൾമണറി റെസിസിറ്റേഷൻ കൊടുക്കണം. അപ്പൊ അവരുടെ എയർവേ നോക്കണം, ബ്രീത്തിങ് നോക്കണം, സർക്കുലേഷൻ നോക്കണം. പിന്നെ പെട്ടെന്ന് ഒരു ജനറൽ കണ്ടീഷൻ നമ്മൾ നോക്കുക, ഡയബറ്റിക് സ്റ്റാറ്റസ് നോക്കണം. കാരണം ചിലപ്പോൾ ഈ ബോധക്കേട് എന്ന് പറയുന്നത് ഡയബറ്റീസ് നമ്മുടെ ഇൻസുലിൻ കൂടി പോയിട്ട് ഷുഗർ കുറഞ്ഞു പോയതുകൊണ്ടാവാം. പിന്നെ ബ്ലഡ് പ്രഷർ, ഈ 220, 130 എന്ന ബ്ലഡ് പ്രഷർ ഞാൻ എഴുതിയിരിക്കുന്നത് ഒരു കോമൺ മിസ്റ്റേക്ക് അല്ലെങ്കിൽ നമ്മളുടെ ഭാഗത്തുനിന്ന് പൊതുജനങ്ങളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്ന ഒരു മിസ്റ്റേക്കാണ്. സ്ട്രോക്ക് വന്നപ്പോൾ ഒരുപാട് പ്രഷർ ഉണ്ടായിരുന്നു, ആ പ്രഷർ നമ്മൾ കൺട്രോൾ ചെയ്തില്ല എന്ന് പറയുന്നത്. പക്ഷെ അങ്ങനെയല്ല, സ്ട്രോക്ക് വരുന്ന ആ സമയത്ത് ആ പ്രഷർ ഈ സ്ട്രോക്കിനെ ഓവർകം ചെയ്യാൻ വേണ്ടിയിട്ട് കുറെയൊക്കെ നമ്മുടെ തന്നെ ബോഡി അഡ്ജസ്റ്റ് ചെയ്യുന്നതാണ്. അപ്പൊ ആ പ്രഷർ നമ്മൾ കുറച്ചാല് തലച്ചോറിലേക്കുള്ള രക്തോട്ടം പിന്നെയും കുറയുകയാണ് ചെയ്തത്. അതുകൊണ്ടാണ് സ്ട്രോക്ക് വരുന്ന പേഷ്യൻസിൽ 220, 130 അല്ലെങ്കിൽ 200 മുകളിലാണെങ്കിൽ മാത്രമേ നമ്മൾ പ്രഷർ കുറയ്ക്കുവാനായിട്ടുള്ള IV ഡ്രിപ്പോ മരുന്നുകളോ പെട്ടെന്ന് സ്റ്റാർട്ട് ചെയ്യുള്ളൂ. അല്ലെങ്കിൽ അത് വളരെ ക്രമാനുഗതമായിട്ട് രോഗിയുടെ കണ്ടീഷൻ ഇംപ്രൂവ് ചെയ്യുന്നതനുസരിച്ച് മാത്രമേ പ്രഷർ കുറയ്ക്കാൻ പാടുള്ളൂ. അപ്പൊ ചില പേഷ്യൻസ് നമുക്ക് ഈ ട്രാൻസിറ്റ് ഇസ്കീമിക് അറ്റാക്ക് വരുന്ന പേഷ്യൻസ് ആണെങ്കിൽ അപ്പൊ തന്നെ നമുക്ക് CT സ്കാൻ ചെയ്യാം. നമുക്കൊരു ടൈം നമുക്ക് അതിനകത്ത് ഒരു 5 മിനിറ്റ് നമുക്ക് പെട്ടെന്ന് ഒരു കണ്ടീഷൻ നോക്കിയാൽ മതി. പക്ഷെ അൺകോൺഷ്യസ് ആയിട്ടുള്ള പേഷ്യൻസിന് സ്റ്റെബിലൈസ് ചെയ്യാൻ സമയമെടുക്കും. അങ്ങനെ സ്റ്റെബിലൈസ് ചെയ്ത പേഷ്യൻസിനെയോ അല്ലെങ്കിൽ പെട്ടെന്ന് വരുന്ന പേഷ്യൻസിനെയോ നമ്മൾ CT സ്കാൻ ചെയ്യും. ഈ CT സ്കാൻ നോക്കാം. CT സ്കാൻ ഇപ്പൊ നിങ്ങൾക്ക് ഒരുപക്ഷെ മനസ്സിലായില്ലെങ്കിലും നോക്കുമ്പോൾ ഇതെല്ലാം ഒരു ക്ലാരിറ്റിയോട് കൂടിയാണ് കാണുന്നത്. ഈ കാണുന്ന ഇതിനകത്തെ നോർമൽ കാവിറ്റീസ് ആണ് ഈ കാണുന്നത്. ഇത് സൾക്ക എന്ന് പറയും. ഇതെല്ലാം നോർമലാണ്. ഇനി നമുക്ക് സ്ട്രോക്ക് വന്ന ഒരു പേഷ്യൻസിന്റെ നോക്കാം. ഇപ്പൊ ഒന്നുകൂടെ തിരിച്ച് ഞാൻ കാണിക്കാം. ഇവിടെ കണ്ടോ, ഈ ഒരു ഭാഗം വളരെ ക്ലിയർ ആണ്. ഇത് സ്ട്രോക്ക് വന്നപ്പോഴത്തേക്കും ഇത് ബ്ലാക്ക് ആയിട്ട് ഇരുണ്ടു. ഇതാണ് ഇസ്കീമിക് സ്ട്രോക്ക്. ഇനി ഹെമറാജിക് സ്ട്രോക്ക് വളരെ വ്യത്യാസമുണ്ട്. കണ്ടില്ലേ, അത് നല്ല വൈറ്റ് ആയിട്ട് നമുക്ക് തെളിഞ്ഞാണോ? ഒന്നുകൂടെ നോക്കുക. അപ്പൊ ഈ ഹെമറാജിക് സ്ട്രോക്ക് ആണെങ്കിൽ പെട്ടെന്ന് നമുക്ക് തിരിച്ചറിയാൻ പറ്റും. അതാണ് നമുക്ക് ഈ ഗോൾഡൻ അവറിന്റെ ഇമ്പോർട്ടൻസ്. അപ്പൊ നമുക്ക് മെയിൻ ആയിട്ട് ഇസ്കീമിക് സ്ട്രോക്കിനെ കുറിച്ച് സംസാരിക്കാം. കാരണം 80% ഇസ്കീമിക് ആണ്. ഇതിൽ നമ്മൾ ചെയ്യുന്നത് ക്ലോട്ട് ലൈസ് ചെയ്യുന്ന ഡ്രഗ്സ് ആണ് നമ്മൾ കൊടുക്കുക. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ടിഷ്യൂ പ്ലാസ്മിനോജൻ ആക്ടിവേറ്റർ എന്ന് പറഞ്ഞ മരുന്നാണ്. ഇത് ഏതാണ്ട് 20 മില്ലിഗ്രാമിന് 20,000 രൂപീസോളം വില വരും. പക്ഷെ ഇത് നമ്മൾ 90 മിനിറ്റിനകത്ത് കൊടുത്താല് പലപ്പോഴും ഈ ക്ലോട്ട് ലൈസ് ചെയ്ത് അലിഞ്ഞു പോവുകയും ഈ പേഷ്യന്റിന് വലിയ കുഴപ്പമില്ലാതെ രക്ഷപ്പെടുകയും ചെയ്യും. പക്ഷെ എല്ലാവരിലും അങ്ങനെ ആവണമെന്നില്ല. കാരണം ചിലപ്പോഴൊക്കെ ഈ ക്ലോട്ട് അലിയാൻ കൊടുക്കുന്ന മരുന്ന് വിപരീത ഫലം ഉണ്ടാക്കി എന്ന് വരാം. അപ്പൊ അങ്ങനെയുള്ള സിറ്റുവേഷനിൽ ഈ ക്ലോട്ടിന്റെ അലിഞ്ഞു പോവുകയും അത് ഒരു ഹെമറേജ് ആയിട്ട് മാറുകയും ചെയ്യുന്ന കണ്ടീഷൻസ് ഉണ്ട്. ഒരു 10-15% ആൾക്കാർക്ക് അങ്ങനെ ഉണ്ടാവാറുണ്ട്.
അതുകൊണ്ടാണ് പലപ്പോഴും ആൾക്കാർ പറയുന്നത് ക്ലോട്ട് ഉണ്ടായിരുന്നു, ക്ലോട്ട് അലിഞ്ഞു പോകാൻ മരുന്ന് കൊടുത്തു, പക്ഷെ അന്നത്തേക്കും ഹെമറേജ് വന്നു എന്ന് നമ്മൾ കേൾക്കാറുണ്ട്. അത് ഒരു റിസ്ക് ആണ്. പക്ഷെ അപ്പൊ ആ റിസ്കിന് പല കാരണങ്ങളുണ്ട്. അത് നമ്മുടെ ജനറ്റിക്കൽ റീസൺസ് ഉണ്ട്, നമ്മുടെ ബ്ലഡിലെ പ്ലേറ്റ്ലെറ്റ് ഫങ്ഷൻസിന്റെ കുഴപ്പമുണ്ട്. ഓരോ ആൾക്കാരും നമ്മൾ മരുന്നിനോട് റെസ്പോണ്ട് ചെയ്യുന്നതിനകത്ത് വ്യത്യാസമുണ്ട്. അപ്പൊ അതുകൊണ്ടാണ് അങ്ങനത്തെ ഇവന്റ്സ് വരുന്നത്. പക്ഷെ ആ റിസ്ക് നമ്മളൊരു വിദഗ്ധനായ ഒരു ന്യൂറോളജിസ്റ്റ് അനലൈസ് ചെയ്തിട്ട് അതിനനുസരിച്ച് നമുക്ക് ചെയ്യാൻ പറ്റും. ഇപ്പൊ ന്യൂറോളജിസ്റ്റ് ഇല്ലെങ്കിലും CT ഒക്കെ ഉള്ള സ്ഥലത്ത് ഇപ്പൊ ടെലിമെഡിസിൻ സംവിധാനങ്ങളുണ്ട്. അവർക്ക് ന്യൂറോളജിസ്റ്റുമായിട്ട് കോൺടാക്ട് ചെയ്യാം. മെയിലിൽ കൂടെ നമുക്ക് ഷെയർ ചെയ്ത് എന്താണ് വേണ്ടത് തീരുമാനിക്കുകയും ചെയ്യും. ഇനി 4.5 മണിക്കൂർ കഴിഞ്ഞിട്ടാണ് നമ്മൾ ഇത് കൊടുക്കുന്നതെങ്കിൽ വലിയ പ്രയോജനമൊന്നുമില്ല. അതുകൊണ്ടാണ് ഞാൻ എടുത്തു പറയുന്നത് സ്ട്രോക്ക് വന്ന പേഷ്യൻസിനെ എത്രയും പെട്ടെന്ന് CT സ്കാൻ സൗകര്യമുള്ള ഒരു ഹോസ്പിറ്റലിൽ എത്തിക്കണമെന്ന്. പിന്നെ നമ്മൾ IV ആയിട്ടാണ് സാധാരണഗതിയിൽ ഇത് കൊടുക്കുക. പക്ഷെ ചില ഹോസ്പിറ്റൽസിൽ, വളരെ സൗകര്യമുള്ള ഹോസ്പിറ്റൽസിൽ ഇത് നമുക്ക് നമ്മുടെ തൊടയുടെ ഭാഗത്തൂടെ ഹാർട്ടിന് നമ്മൾ കത്തീറ്റർ ഇടുന്ന, ആൻജിയോഗ്രാം ചെയ്യുന്ന പോലത്തെ കത്തീറ്റർ, അതേ കത്തീറ്റർ തന്നെ നമുക്ക് ബ്രെയിനിൽ കൊണ്ടുപോയി ഏത് സ്ഥലത്താണോ ക്ലോട്ട് ഉള്ളത് ആ ക്ലോട്ട് അലിയുന്നതിനായിട്ട് അവിടെ കൊടുക്കാൻ സാധിക്കും. ഇത് കൂടാതെ വലിയ ക്ലോട്ടാണ്, അത് അലിഞ്ഞു പോകുന്നില്ല എങ്കിൽ ഈ ഇതുകൊണ്ട് തന്നെ നമുക്ക് വലിച്ചെടുക്കാൻ പറ്റും. അതിനാണ് സ്റ്റെന്റ് റിട്രൈവർ നമ്മൾ ഉപയോഗിക്കുന്നത്. ഇനി 4.5 മണിക്കൂർ കഴിഞ്ഞിട്ടാണെങ്കിലും നമ്മൾ പലപ്പോഴും നമ്മൾ കൊടുക്കുന്നത് ഹെപ്പാരിൻ എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ ഈ ക്ലോട്ട് അതൊക്കെ അലിഞ്ഞു പോകാനായിട്ടുള്ള മരുന്നുകൾ, ക്ലോട്ട് കൂടാതിരിക്കാനുള്ള മരുന്നുകളാണ് കൊടുക്കുന്നത്. ഇതിനോടൊപ്പം തന്നെ നമുക്ക് ക്ലോട്ട് വരുന്ന ഭാഗം, അത് ചിലപ്പോൾ ഒരു ബട്ടന്റെ അത്രേ ഉണ്ടാവുള്ളൂ. പക്ഷെ അതിന് ചുറ്റും ഒരു നാരങ്ങയുടെ അത്രയും വലിപ്പമുള്ള ഭാഗത്ത് ന്യൂറോൺസ് വർക്ക് ചെയ്യാതെ വരും. അപ്പൊ ആ ഏരിയക്ക് നമ്മൾ പെനംബ്രൽ ഏരിയ എന്നാ പറയുന്നത്. അപ്പൊ അതിന് നീര് വെക്കും. ആ നീര് കുറയ്ക്കാനായിട്ടുള്ള മരുന്നുകളുണ്ട്. നീര് കുറയ്ക്കാനായിട്ട് സ്റ്റിറോയിഡ്സ്, മാനിറ്റോൾ, അങ്ങനത്തെ മരുന്നുകൾ കൊടുത്ത് അതിന്റെ നീര് കുറയ്ക്കും. ഇതാണ് നമ്മൾ ഇസ്കീമിക് സ്ട്രോക്ക് അഥവാ ക്ലോട്ട് വരുമ്പോൾ നമ്മൾ ചെയ്യുന്നത്. ഹെമറാജിക് സ്ട്രോക്ക് ആണെങ്കിൽ നമ്മൾ ഈ ക്ലോട്ട് ലൈസ് ചെയ്യാനുള്ള മരുന്നുകൾ കൊടുക്കില്ല. പലപ്പോഴും ഇവർക്ക് സീഷേഴ്സ് അഥവാ ഫിറ്റ്സ് ഉണ്ടാവും. അത് മെയിൻറ്റെയിൻ ചെയ്യണം. ഇവരുടെ ചിലപ്പം അൺകോൺഷ്യസ് ആയിരിക്കും, ചിലപ്പോൾ ട്രക്കസ്റ്റമി ചെയ്യേണ്ടി വരും. അവർ ചിലപ്പോഴൊക്കെ ക്ലോട്ട് അലിയാനുള്ള മരുന്ന് നേരത്തെ ആസ്പിരിനോ വാർഫറിനോ ഒക്കെ കഴിക്കുന്നുണ്ടാവും, അത് നിർത്തണം. അപ്പൊ അങ്ങനെ അവരുടെ ജനറൽ കണ്ടീഷനാണ് നമ്മൾ മെയിൻ ആയിട്ട് സ്റ്റെബിലൈസ് ചെയ്യുകയും ഒക്കെ ചെയ്യുക. പിന്നെ നമ്മൾ ഈ സ്ട്രോക്ക് എക്സ്ട്രീം ആയിട്ട് മാറുന്ന അവസരങ്ങളിൽ ചിലപ്പോൾ സർജറി ചെയ്യേണ്ടി വരാറുണ്ട്. എന്തൊക്കെ സർജറിയാണ് കോമൺ ആയിട്ട് ചെയ്യുക? ഹെമറാജിക് സ്ട്രോക്ക് വരുമ്പോഴാണ് കൂടുതലും സർജറി വേണ്ടി വരാറുള്ളത്. കാരണം ചിലപ്പോഴൊക്കെ സ്ട്രോക്ക്, ഇസ്കീമിക് സ്ട്രോക്ക് ഒരു ബട്ടന്റെ അത്രേ ഉള്ളെങ്കിൽ ഹെമറാജിക് സ്ട്രോക്ക് ഒരു പക്ഷേ ഒരു വലിയ ഓറഞ്ചിന്റെ അത്രയും സൈസിൽ ബ്ലീഡ് ഉണ്ടായെന്ന് വരും. അപ്പൊ അങ്ങനെ ബ്ലീഡ് ഉണ്ടാവുമ്പോൾ നമ്മുടെ ബ്രെയിനിന് ഒരു ഭാഗത്തേക്ക് അത് തള്ളി അതിനകത്ത് ബ്രെയിനിന് പ്രഷർ കൂടും. അപ്പൊ അങ്ങനെ ബ്രെയിനിൽ പ്രഷർ കൂടുകയാണെങ്കിൽ അതിന് ഡീകംപ്രസീവ് സർജറി ചെയ്യേണ്ടി വരും. ആ സമയത്ത് നമ്മുടെ സ്കള്ള് തുറന്ന് സ്കള്ളിന്റെ ഒരു പോർഷൻ മാറ്റി ഈ ക്ലോട്ട് ഈ ബ്ലീഡ് വന്ന് ക്ലോട്ടായി മാറിയിരിക്കുന്ന ഭാഗം, ആ ബ്ലഡ് എടുത്തു മാറ്റി അത് റിപ്പയർ ചെയ്യേണ്ടി വരും. പിന്നെ ചില അവസരങ്ങളിൽ ഞാൻ മുമ്പ് പറഞ്ഞ പോലെ അനൂറിസം ആയിരിക്കാം, അതൊരു ചെറിയ ബബിള് പോലെ ആയിരിക്കും. അപ്പൊ ഈ ബബിള് നമുക്ക് ക്ലിപ്പ് ചെയ്യാൻ പറ്റും. അതിന് അനൂറിസമൽ ക്ലിപ്പിംഗ് എന്നാണ് പറയുക. അപ്പൊ ഇതാണ് നമുക്ക് ഹെമറേജിൽ ചിലപ്പോഴൊക്കെ നമുക്ക് സർജറി വേണ്ടി വരികയും അതിനുശേഷം ഈ ഒരു ഭാഗം നമുക്ക് താൽക്കാലികമായിട്ട് നമ്മുടെ തലയോട്ടി മാറ്റി വെക്കേണ്ടിയും വരും. അത് വയറിനുള്ളിലോ അല്ലെങ്കിൽ ബാങ്കിലോ സൂക്ഷിച്ചു വെക്കാൻ സാധിക്കും. കരോട്ടിഡ് എൻഡോട്രാക്ടമി നമ്മൾ ചെയ്യുന്നത് വലിയൊരു ക്ലോട്ട് നമ്മൾ കരോട്ടിഡ് ആർട്ടറിയിൽ വന്ന് ബ്ലോക്ക് ആയി കഴിയുമ്പോൾ ഒരു വലിയ പോർഷൻ നമുക്ക് നഷ്ടപ്പെട്ടു പോകും ബ്രെയിനിൽ. അങ്ങനെ വരുന്ന അവസരത്തിൽ കരോട്ടിഡ് ആർട്ടറി തുറന്ന് അതിനകത്തെ ഫാറ്റ് മാറ്റാൻ സാധിക്കും. ഇതാണ് നമ്മൾ സർജറി ചെയ്യുക. പക്ഷെ സർജറി ഒരു 5% താഴെ സ്ട്രോക്ക് പേഷ്യൻസിന് വേണ്ടി വരാറുണ്ട്. ഇനി ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട, പ്രോബ്ലി ഇന്നത്തെ ഈ വെബിനാറിൽ നിങ്ങൾ മനസ്സിൽ കാണേണ്ട കാര്യങ്ങളാണ് ഇനി ഞാൻ പറയാൻ പോകുന്നത്. പ്രിവെൻഷൻ. നമ്മൾ ഹൈ ബ്ലഡ് പ്രഷർ കൺട്രോൾ ചെയ്യുക, കൊളസ്ട്രോൾ ലോവർ ചെയ്യുക, സ്മോക്കിംഗ് ക്വിറ്റ് ചെയ്യുക, ഡയബറ്റീസ് കൺട്രോൾ ചെയ്യുക, ഹെൽത്തി മെയിൻറ്റെയിൻ ചെയ്യുക, എക്സർസൈസ് ചെയ്യുക, സ്ട്രെസ് മാനേജ് ചെയ്യുക, ഡയറ്റ് നന്നാക്കുക. ഒരു വാക്കിൽ പറഞ്ഞാൽ അനിയന്ത്രിതമായ രക്തസമ്മർദ്ദം, നിയന്ത്രണ വിധേയമല്ലാത്ത പ്രമേഹം, കൊളസ്ട്രോൾ, പുകവലി, അമിത മദ്യപാനം, അമിതവണ്ണം തുടങ്ങിയവ മസ്തിഷ്കാഘാതത്തിന് കാരണമാകും. ബ്ലഡ് പ്രഷറിലേക്ക് വരാം. എനിക്കറിയാം ഒരുപാട് ആൾക്കാർക്ക് സംശയം ഉണ്ടാകാവുന്ന ഒരു ഫീൽഡാണ് നമ്മുടെ ബ്ലഡ് പ്രഷർ എത്രയാണ്, എങ്ങനെയാണ് ഇത് മാനേജ് ചെയ്യുന്നത്. നോർമൽ ബ്ലഡ് പ്രഷർ 120/80 നോർമൽ. നമ്മളിത് കൂടുതലാണ്, എലിവേറ്റഡ് ആണെന്ന് പറയുന്നത് 130 താഴെ. പക്ഷെ ഡയസ്റ്റോളിക് 80 നിൽക്കുമ്പോൾ അവിടെ നമുക്ക് മരുന്നുകൾ പലപ്പോഴും വേണ്ടി വരില്ല. നമ്മൾ നമ്മുടെ ഡയറ്റ് കൺട്രോൾ ചെയ്യുക, എക്സർസൈസ് ചെയ്യുക, വണ്ണം കുറയ്ക്കുക. പിന്നെ
സ്റ്റേജ് 1 എന്ന് പറയുമ്പോൾ 140 താഴെ സിസ്റ്റോളിക്കും 90 താഴെ ഡയസ്റ്റോളിക്കും. ഈ ഒരു ലെവല് 140-90 എത്തുമ്പോൾ നമ്മൾ ചിലപ്പോൾ നമുക്ക് മരുന്ന് തുടങ്ങേണ്ടി വരും, ചിലപ്പോൾ നമുക്ക് മരുന്നില്ലാതെ മാനേജ് ചെയ്യും. ആർക്കൊക്കെയാണ് മരുന്ന് തുടങ്ങേണ്ടത്? ഡയബറ്റിസ് ഉള്ളവര്, ഫാമിലി ഹിസ്റ്ററി ഓഫ് ഹാർട്ട് അറ്റാക്ക് ഉള്ളവര്, അമിതവണ്ണമുള്ളവര്, പുകവലിക്കാര്, പിന്നെ ഇത് മരുന്ന് കൊണ്ട് നമുക്ക് നിയന്ത്രിക്കാൻ പറ്റും. അപ്പൊ മരുന്ന് തീർച്ചയായിട്ടും അങ്ങനെയുള്ള ആൾക്കാരിൽ നമുക്ക് വേണ്ടി വരും. ഹൈ ബ്ലഡ് പ്രഷർ എന്ന് പറഞ്ഞാൽ 140 മുകളിൽ, 150 താഴെ, ഹിസ്റ്ററിക്ക് 90 മുകളിൽ, 120 താഴെ. ഇത് തീർച്ചയായിട്ടും ഈ സ്റ്റേജ് 2 എത്തുന്ന ആൾക്കാർ ഒരുപാട് ഉപേക്ഷ വിചാരിക്കരുത്. ഒരു മരുന്ന് കൃത്യതയോടുകൂടി കഴിക്കണം, അത് സമയത്തിന് തന്നെ കഴിക്കുകയും വേണം. ഇനി 180 മുകളിൽ ചിലപ്പോഴൊക്കെ പേഷ്യൻസ് വരുമ്പോൾ 200, 120 ഒക്കെ ഉണ്ടാവും. പക്ഷെ അങ്ങനെയുള്ളവർക്ക് ഒരു സിംറ്റമും ഉണ്ടാവില്ല. പക്ഷെ അങ്ങനെയുള്ളവര് ഒരു വക്കത്താണ് നിൽക്കുന്നത്. ഏത് സമയത്തും നമ്മുടെ ബ്ലഡ് വെസൽ പൊട്ടിയെന്ന് വരാം. അങ്ങനെ വരുമ്പോൾ പ്രിഫറബിളി ഒരു ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്ത് നമ്മൾ കുറച്ച് നമ്മൾ കാമായി പതുക്കെ കൺട്രോൾ ചെയ്ത് ഈ ബ്ലഡ് പ്രഷർ ഡിസ്ചാർജ് ചെയ്യുന്നതായിരിക്കും ഏറ്റവും ഉത്തമം. ഇനി എന്താണ് മെറ്റബോളിക് സിൻഡ്രോം? എപ്പോഴും നമ്മൾ ഹാർട്ട് അറ്റാക്കും ബ്രെയിൻ അറ്റാക്കും വരുന്ന ആൾക്കാർ നമ്മൾ പറയുന്ന ഒരു സംഗതിയാണ് മെറ്റബോളിക് സിൻഡ്രോം. ഇത് സെൻട്രൽ ഒബീസിറ്റി, നമ്മുടെ കൊടവയറ്, ബ്ലഡ് പ്രഷർ കൂടുന്നത്, ഫാസ്റ്റിംഗ് ബ്ലഡ് ഷുഗർ കൂടുന്നത്, ട്രൈഗ്ലിസറൈഡ് കൂടുന്നത്, കൊളസ്ട്രോളിലെ HDL കുറയുന്നത്, ഈ ഒരു സംഗതിയിലെ 3 ഉണ്ടെങ്കിൽ നമ്മൾ പറയും മെറ്റബോളിക് സിൻഡ്രോം. ഒന്നുകൂടെ നോക്കുകയാണെങ്കിൽ അബ്ഡമിനൽ ഒബീസിറ്റി, അത് നമ്മുടെ വേസ്റ്റ് സർക്കംഫറൻസ് ആണ്. ആണുങ്ങളില് കൊടവയറിന്റെ ലക്ഷണം പറയുന്നത് 40 ഇഞ്ച്, നിങ്ങളുടെ പാൻറ് 40 ഇഞ്ച് കൂടുതലാണെങ്കിൽ തീർച്ചയായിട്ടും അതൊരു കൊടവയറാണ്. സെന്റിമീറ്ററിലാണെങ്കിൽ 102. സ്ത്രീകളിലാണെങ്കിൽ അത് 88. അപ്പൊ പുരുഷന്മാരിൽ 102, സ്ത്രീകളിൽ 88 അഥവാ 35 ഇഞ്ചിനും മുകളിലാണെങ്കിൽ അത് കുടവയറ് ആണെന്ന് നമ്മൾ പറയുന്നു. പിന്നെ ട്രൈഗ്ലിസറൈഡിന്റെ ലെവല് അത് 150 കൂടുതലാകുകയും HDL എന്ന് പറയുന്ന ഹൈ ഡെൻസിറ്റി ലൈപ്പോപ്രോട്ടീൻ പുരുഷന്മാരിൽ 40 കുറവും സ്ത്രീകളിൽ 50 കുറവുമാണെങ്കിൽ ലോ HDL ആണെന്ന് പറയും. ഈ 130-85 കൂടുതലോ അല്ലെങ്കിൽ പ്രശ്നം മരുന്നോ കഴിക്കുന്നുണ്ടെങ്കിലും അത് എലിവേറ്റഡ് BP ആണ്. പിന്നെ ഫാസ്റ്റിംഗ് ബ്ലഡ് ഷുഗർ 110 കൂടുതലാണെങ്കിൽ, ഇതിൽ 3 ഏതെങ്കിലും ഉണ്ടെങ്കിൽ മെറ്റബോളിക് സിൻഡ്രോം എന്ന് പറയും. മെറ്റബോളിക് സിൻഡ്രോം ഉള്ളവർ സൂക്ഷിക്കുക, അത് ഹാർട്ട് അറ്റാക്കും ബ്രെയിൻ അറ്റാക്കും ഉണ്ടാക്കുന്നതിന് ഒരു കാരണമാണ്. ഇനി നമ്മൾ എങ്ങനെയാണ് മെഷർ ചെയ്യുന്നത് നോക്കുക. ഈ 3 പടം നോക്കുമ്പോൾ നിങ്ങൾക്ക് തോന്നും ഒരു പടത്തിൽ പൊക്കിളിന് നേരെ വെച്ചിരിക്കണം, ഒരെണ്ണം പൊക്കിളിന് മുകളിൽ നിൽക്കുന്നു, ഒരെണ്ണം പൊക്കിളിന് താഴെ നിൽക്കുന്നു. ഇതിന്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നോക്കുന്നത് വേസ്റ്റ് ആണ്. വേസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ലൈൻ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, ഇത് നമ്മുടെ പെൽവിക് ബോണിന്റെ ആ എഡ്ജ്, അതിന്റെ അപ്പർ എഡ്ജ് വെച്ച് വേണം നമ്മൾ മെഷർ ചെയ്യാനായിട്ട്. ഇവിടെ നോക്കുമ്പോൾ നമുക്ക് കാണാം ഈ എഡ്ജ് വെച്ച് വേണം നമ്മൾ മെഷർ ചെയ്യാൻ, അല്ലാതെ പൊക്കളല്ല അതിന്റെ മാനദണ്ഡം. അങ്ങനെയാണ് നമ്മൾ മെഷർ ചെയ്യേണ്ടത്. ഒന്നുകൂടെ പറയാം, 102 സെന്റിമീറ്റർ അഥവാ 40 ഇഞ്ച് പുരുഷന്മാരിലും 88 സെന്റിമീറ്റർ അഥവാ 35 ഇഞ്ച് സ്ത്രീകളിലും. ഇനി പ്രഷർ പറയുമ്പോൾ നമ്മുടെ 2 തരത്തിൽ പ്രഷർ ഉണ്ട്. ഒന്ന് ഒരു റീസണും ഇല്ലാതെ വരുന്ന പ്രഷർ, ഇതാണ് ഏറ്റവും കോമൺ. 90% ആൾക്കാരിലും പ്രഷർ കോമൺ ആണ്. പ്രഷർ വരുന്നതിന് പ്രത്യേകിച്ച് ഒരു കാരണമില്ല. ഇത് നമ്മള് അല്ലാതെ വരുന്ന പ്രശ്നമാണ് സെക്കൻഡറി ഹൈപ്പർ ടെൻഷൻ എന്ന് പറയുന്നത്. ഒരു 10% ഉണ്ട്. സെക്കൻഡറി ഹൈപ്പർ ടെൻഷന്റെ കാരണങ്ങൾ കിഡ്നിക്ക് അസുഖം ഉണ്ടെങ്കിൽ വരാം, നമുക്ക് അതേപോലെ ഹോർമോണൽ ഇംബാലൻസ് ഉണ്ടെങ്കിൽ വരാം, ന്യൂറോളജിക്കൽ കണ്ടീഷൻസിൽ വരാം, സ്ലീപ്പ് അപ്നിയയിൽ വരാം. എന്താണ് സ്ലീപ്പ് അപ്നിയ? സ്ലീപ്പ് അപ്നിയ അഥവാ കൂർക്കമ്പലി രോഗം. കൂർക്കമ്പലി രോഗം പലപ്പോഴും നമ്മൾ വളരെ നെഗ്ലക്ട് ചെയ്യുന്ന ഒരു അവസ്ഥയാണ്. ഇതിൽ സംഭവിക്കുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ രാത്രിയിൽ ഇത് പലപ്പോഴും ചിലപ്പോൾ ഭർത്താവായിരിക്കും കൂർക്കം വലിക്കുന്നത്, കൂടുതലും ഭർത്താക്കന്മാരാണ്. ഭാര്യമാര് ഇങ്ങനെ ഉറങ്ങി വരുമ്പോൾ കൂർക്കം വലിച്ച് അത് ഉച്ചസ്ഥായിലെത്തി എന്ന് എത്തിക്കഴിഞ്ഞ് ഒരു കുറച്ചു നേരത്തേക്ക് പിന്നെ അനക്കമില്ല. ഈ അനക്കമില്ലാതെ വരുന്നത് ആണ് ആ സമയത്ത് നമ്മുടെ ബ്രെയിനിന് ഓക്സിജൻ കിട്ടാതെ വരും. ആ ബ്രെയിനിന് ഓക്സിജൻ കിട്ടാതെ വരുമ്പോൾ ഹൃദയത്തിന്റെ പ്രവർത്തനം, കിഡ്നിയുടെ പ്രവർത്തനം, അതേപോലെ തന്നെ ബ്രെയിനിന്റെ പ്രവർത്തനത്തിനും അതിന് ഒക്കെ അത് സംഭവിക്കും. അത് ഒരു പരിധി കഴിഞ്ഞ് കഴിയുമ്പോൾ ഇതൊരു റീനൽ ഫെയിലിയർ ആകും, നമ്മുടെ കാലിന് നീര് വരും, അതേപോലെ തന്നെ ഹാർട്ട് അറ്റാക്ക് ഉണ്ടാവും. അപ്പൊ അതുകൊണ്ട് സ്ലീപ്പ് അപ്നിയ ഒരിക്കലും നിസ്സാരവൽക്കരിക്കരുത്.
ഇത് ഒരു സ്റ്റേജ് കഴിഞ്ഞാൽ ഇത് നമ്മുടെ ജീവന് തന്നെ വളരെ അപകടമാണ്. ഇതിന്റെ ലക്ഷണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കൂർക്കമ്പലി കൂടാതെ ഇങ്ങനെയുള്ള ആൾക്കാർക്ക് ഒരു സ്റ്റേജ് കഴിഞ്ഞു കഴിയുമ്പോൾ പകൽ സമയത്ത് നമ്മൾ TV കാണാനിരുന്ന ഉടനെ ഉറങ്ങിപ്പോകും. അതേപോലെ തന്നെ നമ്മൾ ദൂരയാത്ര വണ്ടി ഓടിക്കുമ്പോൾ നമ്മൾ ഉറങ്ങിപ്പോകുക. രാവിലെ എഴുന്നേൽക്കുമ്പോൾ ഒട്ടും ഫ്രഷ് അല്ലാതെ എഴുന്നേൽക്കുക. ഒരുപാട് നേരം ഉറങ്ങും, പക്ഷെ ഉറക്കം ശരിയാവാതിരിക്കുക. ഇതാണ് സ്ലീപ്പ് അപ്നിയ സിൻഡ്രോമിന്റെ ലക്ഷണം. ഇത് കണ്ടാൽ തീർച്ചയായിട്ടും ഒരു പൾമണോളജിസ്റ്റിനെ കണ്ട് അതിനുള്ള ചികിത്സകൾ ചെയ്യണം. അതിന് സർജറി ഉണ്ട്. സർജറി ഇല്ലാതെ നമ്മൾ CPAP എന്ന് പറഞ്ഞിട്ടൊരു മെഷീൻ, സിമ്പിൾ ആയിട്ടുള്ള മെഷീൻ വെച്ച് നമുക്ക് ഓക്സിജന്റെ ലെവൽ കൂട്ടാൻ സാധിക്കും. പിന്നെ പ്രഷറിനൊരു കാരണം നമ്മൾ ഓറൽ കോൺട്രാസെപ്റ്റീവ് പിൽസ്, വേദനാസംഹാരികള്, ലിവർ സീറോസിസ് ഇതൊക്കെ ഉണ്ടാവാം. ഇനി പ്രഷർ മാനേജ് ചെയ്യുമ്പോൾ രണ്ട് തരത്തിലാണ്. നമ്മളൊന്ന് ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷൻ, ഫാർമക്കോളജിക്കൽ തെറാപ്പി. ഫാർമക്കോളജിക്കൽ തെറാപ്പിയെ കുറിച്ച് ഞാൻ കൂടുതൽ ഡീറ്റെയിൽസ് പറയുന്നില്ല. കാരണം വെച്ച് കഴിഞ്ഞാൽ ഓരോ ആൾക്കാർക്കും പ്രഷർ നിയന്ത്രിക്കുന്നതിന് അതിന് നിങ്ങളുടേതായ ഡോക്ടറിന് ഒരു പ്രത്യേക കാരണങ്ങൾ ഉണ്ടാവും, പ്രത്യേക മരുന്ന് തരുന്നതിന്. കിഡ്നിക്ക് ചെറിയ ഇമ്പയർമെന്റ് ഉള്ളവർക്കുള്ള പ്രത്യേക മരുന്നുകള്. അപ്പൊ അങ്ങനെ അത് നിങ്ങൾ കൃത്യമായിട്ട് ഫോളോ ചെയ്യണം. ചിലപ്പോഴൊക്കെ ഒരു മരുന്ന് മതിയാവാതെ വരും. ചിലപ്പോൾ 2 or 3 മരുന്നുകൾ ചിലപ്പോൾ നമുക്ക് വേണ്ടി വന്നു എന്ന് വരാം. ഒരു കോമൺ ആയിട്ടുള്ള ഒരു തെറ്റിദ്ധാരണ, നമ്മൾ പ്രഷറിന് മരുന്ന് തുടങ്ങി കഴിഞ്ഞു കഴിഞ്ഞാൽ അത് നിർത്താൻ പറ്റില്ല ഡോക്ടറെ, അതുകൊണ്ട് ഞാൻ പ്രഷറിന് മരുന്ന് തുടങ്ങിയില്ല എന്നാണ് പറയുന്നത്. ഇതൊരു വളരെ തെറ്റായ ഒരു ധാരണയാണ്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. നമ്മളൊരു കുഞ്ഞ് ജനിച്ചു വീഴുമ്പോൾ ആ കുഞ്ഞിന്റെ രക്തക്കുഴൽ എന്ന് പറയുന്നത് വളരെ സുതാര്യവും അതിനുള്ളിൽ ഒരു കരട് പോലും ഇല്ലാത്തതാണ്. അതേസമയത്ത് ഒരു 55 വയസ്സോ 60 വയസ്സോ ആകുമ്പോഴത്തേക്കും നമ്മളുടെ രക്തക്കുഴലിന്റെ ഉൾഭാഗത്ത് ഇന്റിമ എന്ന് പറയുന്ന ലെയറില് കൊഴുപ്പ് അടിഞ്ഞുകൂടി ഇത് ബ്ലോക്ക് പോലെയാണ്. അപ്പൊ നിങ്ങളൊന്ന് ഒരു പൂന്തോട്ടത്തിൽ നമ്മളൊരു ഒരു പുതിയതായിട്ട് വാങ്ങുന്ന ഒരു ഹോസ് ആലോചിക്കുന്നത് നോക്കുക. ഈ ഹോസിന് നമ്മൾ തുടക്കത്തില് നല്ലതായിട്ട് വെള്ളം വരും, നമുക്ക് ടാപ്പ് മുഴുവൻ തുറക്കേണ്ട ആവശ്യമില്ല. പക്ഷെ ഇത് വെയിൽ കൊണ്ട് ഒടിഞ്ഞു മടങ്ങി കുറെ നാൾ ഇതിനകത്ത് ഫംഗസ് ആൽഗയൊക്കെ അടിഞ്ഞ് ഇത് ചിലപ്പോഴൊക്കെ നമ്മൾ തുറക്കുമ്പോഴത്തേക്ക് ഒരു ക്ലോട്ട് പോലെ പച്ച നിറത്തിൽ കുറെ പായൽ വരും. എന്ന് പറഞ്ഞതുപോലെ നമ്മൾ കൂടുതൽ പ്രഷർ കൊണ്ട് വേണ്ടി വരും. ഫുള്ളായിട്ട് നമ്മൾ കുറെ കാലം കഴിയുമ്പോൾ തുറക്കേണ്ടി വരും. ഇതാണ് നമ്മളുടെ പൂന്തോട്ടത്തിൽ ഒരു 6 മാസം കൊണ്ട് അല്ലെ 1 വർഷം കൊണ്ട് വരുന്ന ഒരു ഹോസിന്റെ അവസ്ഥയെങ്കിൽ 55 വർഷം തുടർച്ചയായിട്ട് രക്തം ഒഴുകുന്ന അല്ലെ 40 വർഷം രക്തം ഒഴുകുന്ന ഒരു കുടലിന് വരുന്ന പരിണാമം നിങ്ങൾക്ക് ആലോചിക്കാവുന്നതേ ഉള്ളൂ. അതുകൊണ്ടാണ് ഒരു പ്രാവശ്യം നമ്മൾ പ്രഷറിന് മരുന്ന് തുടങ്ങുമ്പോൾ അത് ആവശ്യമുള്ളത് കൊണ്ടാണ് തുടങ്ങുന്നത്. അത് ഒരു കാരണവശാലും നിർത്തരുത്. നിർത്തുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നം നമുക്ക് റീബൗണ്ട് ഹൈപ്പർ ടെൻഷൻ, അത് പലപ്പോഴും പ്രശ്നങ്ങൾ ഉണ്ടാകും. അതുകൊണ്ട് ഫാർമക്കോളജിക്കൽ തെറാപ്പി നമ്മൾ മരുന്ന് കൃത്യതയോടുകൂടി കഴിക്കുക, മുടങ്ങാതെ കഴിക്കുക, അത് മോണിറ്റർ ചെയ്യുക. ഇനി ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷൻ, ഇതാണ് നമുക്ക് ചെയ്യാൻ സാധിക്കുന്ന ഒരു കാര്യം. ഇതിൽ വെയിറ്റ് കുറയ്ക്കാൻ നമുക്ക് സാധിക്കും. അതേപോലെ ഡയറ്ററി അപ്രോച്ച്, അതായത് നമ്മൾ ഒരുപാട് ഉപ്പുള്ള സാധനങ്ങൾ, ഉപ്പുമാങ്ങ, അതേപോലെ തന്നെ അച്ചാറുകള്, പപ്പടം, അങ്ങനെയുള്ള കാര്യങ്ങൾ കുറയ്ക്കുക. പിന്നെ നമ്മൾ ആഡ് ചെയ്യുന്ന സോൾട്ട്, നമുക്ക് ആഡ് ചെയ്യുന്ന ഒരു 5 ഗ്രാം മുതൽ 10 ഗ്രാം വരെ സോൾട്ട് മതി ഒരാളുടെ. പക്ഷെ നമ്മൾ പലപ്പോഴും സ്വാദിന് വേണ്ടിയിട്ട് മോരിലൊക്കെ ഒരുപാട് ഉപ്പിടും. ഉപ്പിടുമ്പോൾ അത് കൂടുതൽ വെള്ളം നമ്മുടെ ശരീരത്തിൽ കെട്ടാൻ നമുക്ക് ഇത് വരും. ഉപ്പ് തിന്നുന്നവൻ വെള്ളം കുടിക്കും എന്ന് എപ്പോഴും നമ്മൾ കേൾക്കാറുണ്ടല്ലോ. അപ്പൊ അതുപോലെ ഇത് നമുക്ക് പ്രഷർ കൂട്ടാനും ഹാർട്ടിന്റെ ലോഡ് കൂട്ടാനും ഇടയാക്കും. അതുകൊണ്ടാണ് സോഡിയം കുറയ്ക്കണം എന്ന് നമ്മൾ പറയുന്നത്. മുമ്പ് ആൽക്കഹോളിനെ കുറിച്ച് പറഞ്ഞു. ആൽക്കഹോൾ കുറയ്ക്കുക, എക്സർസൈസ് ചെയ്യുക, സ്ട്രെസ് മാനേജ്മെന്റ് ചെയ്യുക. അപ്പോൾ നമ്മുടെ ഡയബറ്റീസ് കൺട്രോൾ ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ്. ഡയബറ്റീസിന്റെ കൺട്രോൾ എന്ന് പറയുന്നത് മുമ്പൊക്കെ നമ്മൾ ഫാസ്റ്റിംഗ് ബ്ലഡ് ഷുഗറും 1.5 മണിക്കൂർ കഴിഞ്ഞ് നമ്മൾ നോക്കുന്ന PPBS ആയിരുന്നു ഇതിനൊരു ആധാരം. പക്ഷെ ഇപ്പം എന്ന് പറയുന്നത് ഗ്ലൈക്കോസിലേറ്റഡ് ഹീമോഗ്ലോബിൻ അഥവാ HbA1c എന്ന് പറയുന്ന ലെവലാണ്. അത് 5.6 ഐഡിയൽ ആയിട്ടുള്ളത്. പക്ഷെ ഡയബറ്റീസ് ഉള്ള ആൾക്കാരിൽ അത് ഒരുപക്ഷെ 6.5 വരെ ആണെങ്കിൽ പോലും നമുക്ക് ഏതാണ്ട് കൺട്രോൾഡ് ആണ് എന്ന് പറയാം. ഇത് നമ്മുടെ 3 മാസത്തെ നമ്മൾ നടത്തിയ ഡയബറ്റിക് കൺട്രോളിന്റെ അളവ് പോലാണ്. ഇത് നമ്മൾ 3 മാസം അല്ലെ 4 മാസം കൂടുമ്പോൾ ചെക്ക് ചെയ്ത് ഇത് 6.5-ലെങ്കിലും നിർത്താൻ സാധിച്ചാൽ നമ്മുടെ ഡയബറ്റീസ് നമുക്ക് കൺട്രോൾ ചെയ്യാനും ഡയബറ്റീസ് വഴി വരുന്ന ഡയബറ്റിക് ന്യൂറോപ്പതി, ഡയബറ്റിക് റെറ്റിനോപ്പതി, ഹാർട്ടിന് വരുന്ന പ്രോബ്ലം, സ്ട്രോക്ക്, ഇതെല്ലാം നമുക്ക് കിഡ്നിക്ക് വരുന്ന പ്രോബ്ലം, ഇതെല്ലാം നമുക്ക് കുറയ്ക്കുവാൻ സാധിക്കും. നമ്മുടെ ഒരു ഡയറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ ഒരു കൂടുതൽ പോർഷൻ ഗ്രീൻ ലീഫി വെജിറ്റബിൾസും
ഡയബറ്റിക് അല്ലാത്ത ആൾക്കാരിൽ കുറച്ച് മധുരമുള്ള ഫ്രൂട്ട്സ് ഉപയോഗിക്കാമെങ്കിലും ഡയബറ്റിക് ഉള്ള ആൾക്കാരിൽ വളരെ കെയർഫുൾ ആയിട്ട് വേണം നമ്മൾ ഫ്രൂട്ട്സ് ഉപയോഗിക്കാനായിട്ട്. 1/4 ആണ് ഗ്രെയിൻസ് നമ്മൾ റെക്കമെൻഡ് ചെയ്യുക. പ്രോട്ടീൻ പലപ്പോഴും നമ്മൾ വിട്ടുപോകുന്ന ഒരു സംഗതിയാണ്. നമ്മൾ പലപ്പോഴും പറയും നിങ്ങൾ മുട്ട കഴിച്ചാലോ അല്ലെങ്കിൽ ചിക്കൻ കഴിച്ചാലോ വലിയ പ്രശ്നമാണ്. അങ്ങനെയല്ല. നമ്മൾ എപ്പോഴും കാർബോഹൈഡ്രേറ്റും ഓയിലുമാണ് നമുക്ക് എപ്പോഴും കൺട്രോൾ ചെയ്യേണ്ടത്. നമ്മൾ പ്രോട്ടീൻ ഒരിക്കലും കുറയ്ക്കരുത്. പ്രോട്ടീൻ ആവശ്യത്തിന് നമ്മൾ കഴിക്കണം, എക്സസീവോ ആവരുത്. അപ്പൊ നമ്മൾ പ്രോട്ടീൻ വിത്ത് വെജിറ്റബിൾ ഉള്ള ഡയറ്റാണ് എപ്പോഴും ഒരു ഏത് അസുഖത്തിനാണേലും നമുക്ക് വളരെ അഭികാമ്യമായിട്ടുള്ളത്. ഇനി പുകവലി, ഞാൻ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല. ഈ പടം തന്നെ ഈ പുകവലിയുടെ ദോഷഫലങ്ങൾ കാണിക്കുന്നുണ്ട്. പുകവലി നിർത്താനായിട്ട് എക്സസീവ് പുകവലിയുള്ള ആൾക്കാരിൽ നമുക്ക് പല മരുന്നുകളുണ്ട്. പക്ഷെ സിമ്പിൾ ആയിട്ട് കിട്ടുന്ന ഒരു സാധനമാണ് നിക്കോട്ടിൻ പാച്ച്. രണ്ട് കമ്പനിയാണ്, ടുബാക്കോയില്ല, നിക്കോട്ടിക്സ്. ഈ പാച്ച് നമുക്ക് പുക വലിക്കണം തോന്നുമ്പോൾ ഒട്ടിക്കാൻ 24 മണിക്കൂർ നിൽക്കും. പിന്നെ അതിന് ബുദ്ധിമുട്ടുള്ളവർക്ക് ട്യൂയിംഗം, നിക്കോടെക്സ്, നിക്കോററ്റ് എന്നൊക്കെ പറഞ്ഞ് ട്യൂയിംഗം അവൈലബിൾ ആണ്. അങ്ങനെയെങ്കിലും പുകവലി കുറയ്ക്കാൻ ശ്രമിക്കുക. പുകവലി അപ്പോ നമ്മൾ പറയുന്ന പോലെ ലങ്ങിന് ക്യാൻസർ മാത്രമല്ല ഉണ്ടാക്കുന്നത്, ഇത് ഹാർട്ട് അറ്റാക്ക് ഉണ്ടാക്കും. നമ്മുടെ ബ്ലഡ് വെസൽസിനെ മുഴുവനും ഇത് സ്റ്റിഫൻ ചെയ്തിട്ട് രക്ത ഓട്ടത്തിന് തടസ്സം വരും. അതേപോലെ തന്നെ ബ്രെയിൻ അറ്റാക്കും ഉണ്ടാക്കും. ഇനി ഏറ്റവും പ്രധാനപ്പെട്ടതും നിങ്ങൾക്ക് എല്ലാവർക്കും ചെയ്യാവുന്ന ഒരു കാര്യമാണ് ഒബിസിറ്റി മാനേജ്മെന്റ്. എല്ലാവരും കേൾക്കുന്നതാണ്, എനിക്കറിയാം. ഇതിൽ പങ്കെടുക്കുന്നതിൽ എല്ലാ ആൾക്കാർക്കും ബോഡി മാസ് ഇൻഡെക്സ് അഥവാ BMI എന്താണെന്ന് അറിയാം. ഇത് നമ്മുടെ ഫാറ്റ്, ഹൈറ്റിനും വെയിറ്റിനും അനുസരിച്ചുള്ള നമ്മുടെ ഫാറ്റിന്റെ ഒരു മെഷർമെന്റ് ആണ് BMI. ഇതെങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുക? വെയിറ്റ് ഇൻ കിലോഗ്രാം ഡിവൈഡഡ് ബൈ ഹൈറ്റ് ഇൻ മീറ്റർ സ്ക്വയർ അഥവാ ഹൈറ്റ് ഇൻ മീറ്റർ ഇൻറ്റു ഹൈറ്റ് ഇൻ മീറ്റർ. ഉദാഹരണത്തിന് 5 അടി 4 ഇഞ്ചുള്ള ഒരാൾക്ക് എത്രയാണ് BMI 60 കിലോ വെയിറ്റ് എന്ന് നമുക്ക് നോക്കാം. 5 അടി 4 ഇഞ്ച് എന്ന് പറഞ്ഞാൽ 1.62 മീറ്റർ, 162 സെന്റിമീറ്റർ ഈക്വൽ ടു 1.62 മീറ്റർ. BMI 60 ഡിവൈഡഡ് ബൈ 1.62 ഇൻറ്റു 1.62, ഇത് 22.8. നിങ്ങൾ എല്ലാവരും ഇപ്പൊ നിങ്ങളുടെ മനസ്സിൽ നിങ്ങൾ എത്ര വെയിറ്റ്, എത്ര കിലോ ഉണ്ടെന്ന് ആലോചിക്കുക. എത്രയാണ് നിങ്ങളുടെ ഹൈറ്റ് ഇൻ മീറ്റർ എന്ന് ആലോചിക്കുക. എന്നിട്ട് BMI കാൽക്കുലേറ്റ് ചെയ്യുക. ഒന്നുകൂടെ വെയിറ്റ് ഇൻ കിലോഗ്രാം ഡിവൈഡഡ് ബൈ ഹൈറ്റ് ഇൻ മീറ്റർ ഇൻറ്റു ഹൈറ്റ് ഇൻ മീറ്റർ. ഇനി നമുക്ക് നോക്കാം എന്താണ് നോർമൽ. മുമ്പ് നമ്മൾ കണ്ടു 60 കിലോ എന്ന് പറയുമ്പോൾ BMI 22.9. അത് നോർമൽ 18.5 തൊട്ട് 25 താഴെ, അതാണ് നോർമൽ. അപ്പൊ 5 അടി 4 ഇഞ്ചുള്ള ഒരാൾക്ക് 60 കിലോ നോർമലാണ്. ഇനി അതേ ആൾക്ക് 60 പകരം 70 ആണെങ്കിലോ, 70 ആണെങ്കിൽ BMI 26.75, അത് 30 താഴെ, 25-നും 30-നും ഇടയ്ക്കാണെങ്കിൽ ഓവർ വെയിറ്റ് ആണ്. ഈ ഓവർ വെയിറ്റ് വരുമ്പോൾ നമ്മൾ ഡയറ്റ് കൺട്രോൾ ചെയ്യണം, നമ്മൾ നടക്കണം, എക്സർസൈസ് ചെയ്യണം. ഇനി 30-ന് മുകളിലാണെങ്കിൽ ഒബീസ് എന്ന് നമ്മൾ പറയും. അത് 5 അടി 4 ഇഞ്ചുള്ള ഒരാൾ 80 കിലോ ആണ് ഉണ്ടെങ്കിൽ അത് ഒബീസായി. ഒബീസ് ആകുമ്പോൾ നമുക്ക് റിസ്ക് ഫാക്ടേഴ്സ് കൂടും. ഇങ്ങനെയുള്ളവർക്ക് ചിലപ്പോൾ നമുക്ക് വണ്ണം പറയാനായിട്ട് ഓർലിസ്റ്റാറ്റ് പോലത്തെ മരുന്നുകൾ കൊടുക്കേണ്ടി വരും. ഇന്റൻസീവ് ആയിട്ട് നിങ്ങളൊരു ഡയറ്റീഷ്യനെ കാണണം. അതേപോലെ തന്നെ എക്സർസൈസ് ചെയ്യണം. ഒരു പ്രോഗ്രാംഡ് എക്സർസൈസ് തന്നെ ഇതിന് വേണ്ടി വരും. ഇനി ഇതേ ആൾ 5 അടി 4 ഇഞ്ചുള്ള ആൾ 92 കിലോ ആണെങ്കിൽ സിവിയർലി ഒബീസ് ആണ്. അല്ലെങ്കിൽ 105 കിലോ ഉണ്ടെങ്കിൽ 40 കൂടുതലായി BMI. ഈ രണ്ട് കാറ്റഗറിയിലുള്ള ആൾക്കാർ സാധാരണ രീതിയിലുള്ള ട്രീറ്റ്മെന്റിലൊന്നും വല്ല വണ്ണം പറയാറില്ല. ഇങ്ങനെയുള്ള ആൾക്കാർക്ക് പലപ്പോഴും ബെരിയാട്രിക് സർജറി, അതായത് നമുക്ക് നമ്മുടെ വയറ് ചുരുക്കാനായിട്ടുള്ള സർജറി ചെയ്യേണ്ടി വരാം. കാരണം ഈ രണ്ട് കാറ്റഗറിയിലുള്ള ആൾക്കാർക്ക് മറ്റ് ആൾക്കാരെക്കാൾ വളരെയധികം ആയുസ് കുറവാണെന്നാണ് കണ്ടിരിക്കുന്നത്. അത് ഡയബറ്റീസ് ഉണ്ടാവാം, ഹാർട്ട് അറ്റാക്ക് ഉണ്ടാവാം, കിഡ്നി ഫെയിലിയർ ഉണ്ടാവാം. അപ്പൊ അതുകൊണ്ട് ഈ രണ്ട് കാറ്റഗറിയിലുള്ളവര് പ്രത്യേകം സൂക്ഷിക്കുക. നിങ്ങൾ എല്ലാവരും നിങ്ങളുടെ BMI നോക്കി കാണും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഞാനൊരു ഹോമോസിസ്റ്റിനെ കുറിച്ച് പറഞ്ഞിരുന്നു. ഈ ഹോമോസിസ്റ്റീൻ നമ്മൾ ബ്ലഡിൽ നോക്കുന്ന ഒരു ടെസ്റ്റ് ആണ്. ഇത് ചിലർക്കൊക്കെ ഫാമിലി പരമായിട്ട് കൂടുതൽ കാണുന്നുണ്ട്. പക്ഷെ ഇത് പലപ്പോഴും നമ്മുടെ റെഡ് മീറ്റ് കൂടുതൽ കഴിക്കുന്ന ആൾക്കാരിലാണ്. അപ്പൊ അങ്ങനെ ഉള്ളപ്പോൾ വൈറ്റമിൻ B12 ഫോളിക് ആസിഡും കുറയാറുണ്ട്. അപ്പൊ ഇങ്ങനെയുള്ളവർക്ക് വൈറ്റമിൻ B12 ഫോളിക് ആസിഡും അതേപോലെ തന്നെ നല്ലൊരു ഡയറ്റും എക്സർസൈസും ഉണ്ടെങ്കിൽ ഈ ഹോമോസിസ്റ്റീൻ ലെവൽ കുറയ്ക്കാൻ സാധിക്കും. അപ്പൊ ഇതുവരെ ഞാൻ പറഞ്ഞതില് ഒരു സമ്മറൈസ് ചെയ്യുകയാണെങ്കിൽ രക്തസമ്മർദ്ദം 130/80 എന്ന നിലയിലും രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് പോലായ HbA1c 6.5-ൽ കൂടാതിരിക്കുകയും കൊളസ്ട്രോളിന്റെ അളവ് 180, ട്രൈഗ്ലിസറൈഡ് 180, ട്രൈഗ്ലിസറൈഡ് 150 അല്ലെങ്കിൽ 160 മാക്സിമം, LDL 120, HDL ആവറേജ് 45-ന് മുകളിൽ നിയന്ത്രിക്കുകയും അമിതവണ്ണം ബോഡി മാസ് ഇൻഡെക്സ് 25-ൽ താഴെ കുറയ്ക്കുകയും പുകവലി തീർത്തും ഒഴിവാക്കുകയും ചെയ്താൽ
സ്ട്രോക്ക് മാത്രമല്ല ഹാർട്ട് അറ്റാക്കും ഒരു പരിധി വരെ നമുക്ക് ഒഴിവാക്കാൻ സാധിക്കും. സ്ട്രെസ് മാനേജ്മെന്റ് ഇൻ യുവർ ലൈഫ്, ഇതിന് നമുക്ക് മെഡിറ്റേഷൻ ചെയ്യാം, എക്സർസൈസ് ചെയ്യാം, നമ്മുടെ നേച്ചറിലേക്ക് നമുക്ക് ഇറങ്ങിച്ചെല്ലാം, റിലാക്സ് ചെയ്യാം, നല്ല ഉറക്കം നമുക്ക് എപ്പോഴും റീചാർജ് ചെയ്യപ്പെടും, നമ്മൾ സോഷ്യലി കണക്റ്റബിൾ ആയിരിക്കുക. പക്ഷെ സോഷ്യൽ മീഡിയയിലല്ല, നമ്മൾ അല്ലാതെ ആണ് നമുക്ക് ഏറ്റവും കൂടുതൽ ആനന്ദം കിട്ടുക. നമ്മൾ ഹെൽത്തി ഫുഡ് കഴിക്കുക, ലിസ്റ്റ് ഒക്കെ പ്രയോറിറ്റൈസ് ചെയ്ത് സ്ട്രെസ് മാനേജ്മെന്റ് ഒഴിവാക്കാൻ ശ്രമിക്കുക. ഇനി എക്സർസൈസ്, ഏത് തരത്തിലുള്ള എക്സർസൈസ് വേണമെങ്കിലും നമുക്ക് ചെയ്യാം. ഇതെല്ലാം നമുക്ക് ഈ കാണുന്ന പടങ്ങളെല്ലാം നമുക്ക് ചെയ്യാൻ പറ്റും. എങ്കിലും എക്സർസൈസ് ഏറ്റവും ഉത്തമം ഒരു 30 മിനിറ്റ് ഫാസ്റ്റ് ആയിട്ടുള്ള നടത്തം ആഴ്ചയിൽ 5 ദിവസം. ഇതാണ് ഏറ്റവും അനുയോജ്യമായിട്ടുള്ളത്. ബാക്കി അത് കൂടുതൽ നമ്മുടെ ഹാർട്ടിന്റെ കപ്പാസിറ്റിക്ക് അനുസരിച്ച് നമുക്ക് ചെയ്യാൻ സാധിക്കും. ഇനി നമ്മൾ അടുത്ത പാർട്ടിലേക്ക് നമ്മൾ കടക്കുകയാണ്. എന്താണ് നമ്മൾ സ്ട്രോക്കിൽ സംഭവിക്കുക? ഏകദേശം 10% ആൾക്കാരും മരിച്ചു. 10% ആൾക്കാർക്ക് നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. കാരണം അവർക്ക് ഒരു ചത്തത്തിനൊക്കുമേ ജീവിച്ചിരിക്കലും എന്നുള്ള ഒരു കെയറിലാണ്. അപ്പൊ അവർക്ക് നമുക്കൊരു നഴ്സിംഗ് കെയർ മാത്രമേ കൊടുക്കാൻ സാധിക്കുകയുള്ളൂ. പിന്നെ ഒരു 20% ആൾക്കാരിൽ നമുക്ക് മൈൽഡ് ഇമ്പയർമെന്റ് ആണ്. അവർക്ക് നമുക്കൊരു റീഹാബിലിറ്റേഷൻ വേണ്ടി വരില്ല. പക്ഷെ 40 മുതൽ 50% വരെ ആൾക്കാർക്ക് റീഹാബിലിറ്റേഷൻ വേണ്ടി വരും. ഇവർക്കുണ്ടാകുന്ന ഇമ്പയർമെന്റ് നമുക്ക് ഒരു വശം പറയാം. 90% ആൾക്കാർക്ക് ബാലൻസ് ഇമ്പയർഡ് ആവാം, കണ്ണിന് കാഴ്ചയ്ക്ക് പ്രശ്നം ഉണ്ടാവാം, സംസാരിക്കാനുള്ള ബുദ്ധിമുട്ടുണ്ടാവാം, മനസ്സിലാക്കാനുള്ള ബുദ്ധിമുട്ടുണ്ടാവാം, അവരുടെ ബ്ലാഡറിന് അതായത് മലമൂത്രത്തിന് പ്രശ്നങ്ങൾ ഉണ്ടാവാം, ആഹാരം കഴിക്കാൻ പ്രശ്നം ഉണ്ടാവാം. അപ്പോൾ പക്ഷാഘാതത്തിനുണ്ടാകുന്ന പ്രധാന പ്രശ്നങ്ങൾ ഒരു വശം തളർന്നു പോവുക, ബാലൻസ് നഷ്ടപ്പെടുക, സംസാരശേഷി നഷ്ടപ്പെടുക, ആഹാരം കഴിക്കാൻ ബുദ്ധിമുട്ടായി വരിക. അപ്പൊ നമ്മളൊരു ട്യൂബ് ചിലപ്പോൾ ഇടേണ്ടി വരും. കാഴ്ചശേഷി കുറവ് സംഭവിക്കാം, കേൾവിക്കും കുറവ് സംഭവിക്കാം, നമ്മുടെ കോഗ്നീഷൻ അഥവാ അവബോധം നഷ്ടപ്പെടാം, അല്ലെങ്കിൽ നമ്മുടെ ഇൻകോണ്ടിനന്റ് ആവാം, മലമൂത്ര വിസർജനം ശരിയാകാതെ പോവാം. ഇത് ഈ സൈഡിൽ നോക്കുകയാണെങ്കിൽ നമ്മൾക്ക് കോംപ്രിഹെൻഷൻ, എന്താണ് കോംപ്രിഹെൻഷൻ? നമുക്കൊരു കാര്യം പറഞ്ഞാൽ മനസ്സിലാക്കാനുള്ള ബുദ്ധിമുട്ട്, കൺഫ്യൂഷൻ, റീഡിങ്ങിനുള്ള പ്രശ്നം, റൈറ്റിങ്ങിനുള്ള പ്രശ്നം, ഒബ്ജക്റ്റ് നെയിം ചെയ്യാനുള്ള പ്രശ്നം, കാൽക്കുലേഷൻ ഉള്ള പ്രശ്നം, അതേപോലെ തന്നെ നമുക്ക് സംസാരിക്കാനുള്ള ബുദ്ധിമുട്ട്, കോർഡിനേഷൻ നഷ്ടപ്പെടുക, ഒരു വശം കംപ്ലീറ്റ് ആയിട്ട് തളർന്നു പോവുക, നമുക്ക് സെൻസേഷൻ ഇല്ലാണ്ടിരിക്കുക. അപ്പൊ ഇതൊക്കെയാണ് നിങ്ങൾക്ക് പ്രശ്നങ്ങളുണ്ട്. അപ്പൊ നമുക്ക് എന്താണ് ഒരു റീഹാബിലിറ്റേഷന് വേണ്ടത്? നമുക്ക് വി നീഡ് ടു ഇംപ്രൂവ് മസിൽ പവർ ഉണ്ടാക്കണം, ബാലൻസ് ഇംപ്രൂവ് ചെയ്യണം, ഹാൻഡ് ഫങ്ഷൻസ് ഇംപ്രൂവ് ചെയ്യണം, ബ്രെയിൻ ഫങ്ഷൻസ് ഇംപ്രൂവ് ചെയ്യണം, നമുക്ക് ബൗൾ ആൻഡ് ബ്ലാഡർ ട്രെയിൻ ചെയ്യണം, പെയിൻ കുറയ്ക്കണം, മസിൽ ശ്വാസം കുറയ്ക്കണം, നമുക്ക് ആഹാരം കഴിക്കാനും കുടിക്കാനും നമുക്ക് ട്രെയിനിങ് വേണം, ഫാമിലിയെ നമ്മൾ എഡ്യൂക്കേറ്റ് ചെയ്യണം. പിന്നെ ഒരു വലിയ പാർട്ടാണ് നമ്മൾ ഇവരെ സോഷ്യലി റീഹാബിലിറ്റേറ്റ് ചെയ്യാന്നുള്ളത്. ഈ പക്ഷാഘാത രോഗികളുടെ പുനരധിവാസം എന്ന് പറയുന്ന ഒരു മൾട്ടി ഡിസിപ്ലിനറി ടീമാണ്. അതിൽ റീഹാബിലിറ്റേഷൻ മെഡിസിൻ ഫിസിഷ്യൻ അഥവാ ഫിസിയാട്രിസ്റ്റ് ആണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ലീഡർ. അസിസ്റ്റഡ് വിത്ത് ന്യൂറോളജിസ്റ്റ്, ഫിസിയോതെറാപ്പിസ്റ്റ്, ഒക്കുപേഷൻ തെറാപ്പിസ്റ്റ്, സ്പീച്ച് തെറാപ്പിസ്റ്റ്, റീഹാബിലിറ്റേഷൻ നഴ്സ്, സൈക്കോളജിസ്റ്റ് ആൻഡ് സോഷ്യൽ വർക്കർ. മലയാളത്തിൽ പറയുകയാണെങ്കിൽ ഫിസിയോതെറാപ്പി, ഒക്കുപേഷണൽ തെറാപ്പി, സ്പീച്ച് തെറാപ്പി, മ്യൂസിക് തെറാപ്പി, പ്ലേ തെറാപ്പി തുടങ്ങിയ ഒരുപാട് സങ്കേതങ്ങളെ സംയോജിപ്പിച്ചിട്ടുള്ള ഒരു റീഹാബിലിറ്റേഷൻ ചികിത്സയാണ് നമുക്ക് ആവശ്യം. അതിനാണ് ഒരു ഫിസിക്കൽ മെഡിസിൻ ഡോക്ടറുടെ ആവശ്യം. അപ്പൊ സ്ട്രോക്കിന് ശേഷം എന്നാണ് നമുക്ക് ഇത് തുടങ്ങാൻ പറ്റുക? സ്ട്രോക്കിന് ശേഷം ഈ രക്തസമ്മർദ്ദം, പ്രമേഹം, വൃക്കകളുടെയും ഹൃദയത്തിന്റെയും പ്രവർത്തനം ഇവയൊക്കെ നമ്മൾ ഒന്ന് ബാലൻസ് ചെയ്ത് കഴിഞ്ഞാൽ ഉടൻ തന്നെ നമുക്ക് റീഹാബിലിറ്റേഷൻ, പുനരധിവാസ ചികിത്സ ആക്ച്വലി ഈ സ്ട്രോക്കിലെ ICUയിൽ തന്നെ നമുക്ക് തുടങ്ങാൻ സാധിക്കും. അപ്പം സ്ട്രോക്ക് വന്ന ഒരു പേഷ്യന്റ് ആദ്യത്തെ ഒരു 7-8 ദിവസം കഴിഞ്ഞാൽ അപ്പൊ തന്നെ നമുക്ക് സ്ട്രോക്കിന് സിവിയർ ഡിസബിലിറ്റീസ് ഉണ്ട് എന്ന് വരികില് അതിനുള്ള സൗകര്യങ്ങളുള്ള ഒരു റീഹാബിലിറ്റേഷൻ സെന്ററിൽ അഡ്മിറ്റ് ചെയ്ത് ചെയ്യുന്നതാണ് ഏറ്റവും ഉത്തമം. കാരണം ആദ്യത്തെ 3 മാസത്തിനകത്ത് നമുക്ക് എന്താണോ കിട്ടുക അതായിരിക്കും പലപ്പോഴും നമുക്ക് ലൈഫിൽ നമുക്ക് അച്ചീവ് ചെയ്യാൻ സാധിക്കുക. മാക്സിമം നമുക്ക് 9 മാസം വരെ നമുക്ക് കിട്ടുള്ളൂ. ഇതിന് നമ്മൾ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ഉപയോഗിക്കും. തെറ്റായ വ്യായാമങ്ങൾ, ബോൾ എക്സർസൈസ്, ഇലക്ട്രിക്കൽ സ്റ്റിമുലേഷൻ, കമ്പ്യൂട്ടർ ഗെയിംസ്. കാരണം ഇപ്പം പഴയ രീതിയിലല്ല, നമ്മൾ ഒരുപാട് അഡ്വാൻസ്ഡ് ആയിട്ടുള്ള മൊഡാലിറ്റീസ് നമ്മൾ ഉപയോഗിക്കും. മ്യൂസിക് തെറാപ്പി, ഭാഷാ സോഫ്റ്റ്വെയറുകൾ, വീഡിയോ ഫീഡ്ബാക്ക്, ബ്രെയിൻ ട്രെയിനിങ് സോഫ്റ്റ്വെയർ, പാർഷ്യൽ വെയിറ്റ് ബെയറിംഗ്, പിന്നെ ഇത് കൂടാതെ ഹൈപ്പർബാറിക് ഓക്സിജൻ ചേംബറിൽ ഇരുത്തുന്ന ഒരു ലേറ്റസ്റ്റ് ട്രീറ്റ്മെന്റും കൂടെ തുടങ്ങിയിട്ടുണ്ട്. ഇത് നമ്മുടെ ചില പേഷ്യൻസിന്റെ പടങ്ങളാണ് സസ്പെൻഷൻ ഫ്രെയിം. പിന്നെ ഈ പേഷ്യൻസിന് പലപ്പോഴും ഉണ്ടാകുന്ന ചില ഭയാശങ്കകളുണ്ട്. ഞാൻ എത്ര കാലം ജീവിക്കും, ഞാൻ മരിക്കുമോ,
ഇതൊക്കെ കുറച്ച് കഴിയുമ്പോൾ ഇവര് അഡ്ജസ്റ്റഡ് ആവും. പിന്നെ പലപ്പോഴും സ്ട്രോക്ക് വന്ന പേഷ്യൻസ് നിങ്ങൾക്കറിയാം, നിങ്ങളുടെ റിലേറ്റീവ്സ് ആണെങ്കിൽ അവർക്ക് ദേഷ്യം വരും. ഇതിന് രണ്ട് കാരണങ്ങളുണ്ട്. ഇത് നമ്മുടെ ബ്രെയിനിൽ ഉണ്ടാകുന്ന ചേഞ്ചസും അതേപോലെ തന്നെ സ്ട്രോക്ക് വരുമ്പോൾ നമുക്കുണ്ടാകുന്ന നഷ്ടങ്ങൾ, നമ്മുടെ ജോലി പോയി, നമ്മൾ ഫൈനാൻഷ്യലി നമ്മൾ ബുദ്ധിമുട്ടായി, നടക്കാൻ സാധിക്കുന്നില്ല, സംസാരിക്കാൻ സാധിക്കുന്നില്ല, മൂത്രം ശരിക്കും ഒഴിക്കാൻ സാധിക്കുന്നില്ല, ട്യൂബ് ഇട്ടിരിക്കുന്നു. അപ്പൊ ഇതെല്ലാം നാച്ചുറലായിട്ട് നമുക്കുണ്ടാകുന്ന ഒരു ദേഷ്യം. പക്ഷെ ഇതൊരു 6 മാസത്തിൽ കൂടുതൽ നമ്മൾ ഈ പേഷ്യൻസ് നിരാശ ഉണ്ടാകുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ചിലപ്പോൾ മരുന്ന് കൊടുക്കേണ്ടി വരും. അപ്പൊ അങ്ങനെ മരുന്ന് കൊടുക്കേണ്ട അവസ്ഥയാണെങ്കിൽ അത് കൊടുക്കണം. കൊടുത്ത് ഈ പേഷ്യൻസിനെ അവരുടെ ആ ഡിപ്രഷനിൽ നിന്ന് ഇവരെ നമ്മൾ കരകയറ്റേണ്ടി വരും. പിന്നെ ഉള്ളൊരു പ്രധാന പ്രശ്നമാണ് ആശയവിനിമയം. ഇതിലെ അഫേസ്യ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതിനകത്ത് 3 പാർട്ടുണ്ട്. ഒന്ന് കോംപ്രിഹെൻഷൻ, 2 റെപ്പറ്റീഷൻ, 3 സ്പീച്ച്. ഇതിനകത്ത് കോംപ്രിഹെൻഷൻ എന്ന് പറഞ്ഞാൽ നമ്മളൊരു സാധനം പറയുമ്പോൾ ഇത് നിങ്ങളുടെ ഇടത്തെ കൈ ഉയർത്തുക എന്ന് പറയുമ്പോൾ അത് കൈ ഉയർത്താനാണ് പറയുന്നത് എന്ന് നമ്മുടെ ബ്രെയിൻ രോഗിക്ക് മനസ്സിലാകാതിരിക്കുക. അതിനാണ് അഫേസ്യ എന്ന് പറയുന്നത്. ചിലപ്പോഴൊക്കെ പേഷ്യൻസിന് ഗ്ലോബൽ അഫേസ്യ വരും. ഗ്ലോബൽ അഫേസ്യ എന്ന് പറഞ്ഞാൽ പേഷ്യന്റിന് മനസ്സിലാവില്ല, പറയാൻ സാധിക്കില്ല, പറഞ്ഞ കാര്യങ്ങൾ വീണ്ടും വീണ്ടും റിപ്പീറ്റ് ചെയ്യാൻ സാധിക്കില്ല. ഇത് വളരെ സിവിയർ ആയിട്ടുള്ള ഒരു പ്രശ്നമാണ്. കാരണം അങ്ങനെ വരുമ്പോൾ നമുക്ക് ഒരുപാട് ബുദ്ധിമുട്ട് നമുക്ക് നല്ല പ്രോപ്പറായിട്ട് കൊടുക്കേണ്ടതായിട്ട് വരും. ഇങ്ങനെയുള്ളപ്പോൾ രോഗിയായിട്ട് നമ്മൾ ഒരുപാട് വളരെ ലളിതവും ചെറുതുമായിട്ട് സംസാരിച്ച് നമ്മൾ ഈ രോഗിയെ ട്രെയിൻ ചെയ്യേണ്ടി വരും. സ്പീച്ച് തെറാപ്പിക്ക് നമ്മൾ സാധാരണ ഒരു സ്പീച്ച് തെറാപ്പി പോലെ അല്ല സ്ട്രോക്ക് പേഷ്യൻസിന് നമ്മൾ ഉപയോഗിക്കാൻ പലപ്പോഴൊക്കെ മലയാളം സോഫ്റ്റ്വെയർ കുഞ്ഞു കുട്ടികളെ പഠിപ്പിക്കുന്നത് പോലെ ആ ആന, ആ ആ ആന, ഈ അങ്ങനെ പറഞ്ഞ് നമ്മൾ ഒരുപാട് നമ്മൾ പഠിപ്പിക്കേണ്ടി വരും. ചിലപ്പോൾ ഇവർക്ക് കാർഡ്സ്, ചാർട്ട്സ്, പിന്നെ ഇവരുടെ ഫോട്ടോസ്, പഴയ ഫോട്ടോസ്, ഇവരുടെ മക്കളുടെ ഫോട്ടോസ്, ഒടുവിലെ ആൽബം, ഇതെല്ലാം കാണിച്ച് നമ്മൾ ഇവരെ സ്റ്റിമുലേറ്റ് ചെയ്യേണ്ടി വരും. ചിലർക്ക് നമുക്ക് സംസാരിക്കാനേ പറ്റില്ല. അങ്ങനെയുള്ള ആൾക്കാർക്ക് ഓറൽ സ്റ്റിമുലേഷനും എക്സസൈസും നമ്മൾ ചെയ്യേണ്ടി വരും. പിന്നെ ഉപയോഗിക്കുന്ന ഒരു സംവിധാനമാണ് മെലോഡിക് ഇന്റോണേഷൻ തെറാപ്പി. അപ്പൊ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒരു പാട്ടിന്റെ രൂപത്തിൽ ചിലപ്പോഴൊക്കെ നമ്മൾ പഴയ വഞ്ചിപ്പാട്ടുണ്ട്, ഒരു തിത്താരാരി തിത്തൈ തിത്തൈ. അപ്പൊ അത് നമ്മള് ഈ പേഷ്യന്റിന് എനിക്കോ വെള്ളം വേണം, അത് നമ്മൾ ചിലപ്പോൾ ഈ പേഷ്യന്റ് നമ്മൾ കണ്ടുവരുന്ന ഒരു സംഗതി, പേഷ്യന്റ് നന്നായിട്ട് പാട്ട് പാടും. ചിലപ്പോ അതൊരു ഭക്തിഗാനമായിരിക്കാം. അപ്പൊ ആ ഭക്തിഗാനം നന്നായിട്ട് പാടും, പക്ഷെ സംസാരിക്കാൻ പറ്റില്ല. അപ്പൊ അങ്ങനെയുള്ള പേഷ്യൻസിനെ പാട്ടിന്റെ രൂപത്തിൽ നമ്മൾ പഠിപ്പിക്കുന്നതിനാണ് മെലോഡിക് ഇന്റഗ്രേഷൻ തെറാപ്പി എന്ന് പറയുന്നത്. ഇതിപ്പോ നമ്മൾ ഒരു സ്പീച്ച് തെറാപ്പിയുടെ ഒരു എക്സാമ്പിൾ ആണ്. നാക്ക് പുറത്തേക്ക് നീട്ടാൻ പറയുക. അത് ചിലപ്പോഴത് സാധിക്കും, ചിലപ്പോൾ സാധിക്കില്ല. അത് കുറെ പ്രാവശ്യം നമ്മൾ പറഞ്ഞു വേണം നമ്മൾ ഇത് ചെയ്യിക്കാനായിട്ട്. പിന്നെ രോഗിയെ പറഞ്ഞ് മനസ്സിലാക്കാനായിട്ട് ആംഗ്യഭാഷ ചിലപ്പോൾ ഉപയോഗിക്കേണ്ടി വരും. ചിലപ്പോൾ വസ്തുക്കൾ കാണിച്ചു കൊടുക്കേണ്ടി വരും. ചിലപ്പോൾ നമ്മൾ ചിത്രങ്ങളുടെ അക്ഷരങ്ങളുടെ സഹായത്തോടെ ആയിരിക്കും വിശദീകരിക്കാൻ പറ്റുന്നത്. ഇത് കൂടാതെയുള്ള ഡിസാർത്രയ എന്ന് പറഞ്ഞാൽ പേഷ്യന്റ് സംസാരിക്കാൻ പറ്റും, പേഷ്യന്റ് മനസ്സിലാവുന്നുണ്ട്, പക്ഷെ സംസാരം വ്യക്തമല്ല, ക്ലിയർ അല്ലാതെ വരിക. അതിനാണ് നമ്മുടെ ഈ എഫേസിയും ഡിസാർത്രയും തമ്മിലുള്ള വ്യത്യാസം. ഇത് ഡിസാർത്രയ ഉള്ള പേഷ്യൻസിന് നമ്മൾ മുമ്പേ കണ്ട വീഡിയോ പോലെ പതുക്കെ സംസാരിക്കുക, എല്ലാം പറയിപ്പിക്കുക, വാ തുറന്ന് സംസാരിക്കാൻ പറയുക. ഇത് ഇപ്പൊ നമ്മൾ പേഷ്യന്റിനെ നമ്മളൊരു പിക്ചർ ചാർട്ട് കാണിക്കുകയാണ്. പിക്ചർ ചാർട്ട് കാണിച്ചിട്ട് പേഷ്യന്റിനോട് പറയും നമ്മൾ ഇത് ഏതാണ്, എവിടെയാണ് പച്ചക്കറികൾ, നമ്മൾ ഓരോന്നായിട്ട് നെയിം ചെയ്യാൻ പറയാം, അല്ലെങ്കിൽ കളർ പറയാൻ സാധിക്കും. പിന്നെ അപ്രാക്സിയ, ഈ എഫേസിയും ഡിസാർത്രയും കൂടാതെ ഒരു സംഗതിയാണ് അപ്രാക്സിയ. അപ്രാക്സിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് സത്യത്തിൽ പേഷ്യന്റിന് സംസാരിക്കാൻ സാധിക്കും, മനസ്സിലാക്കാൻ സാധിക്കും, പക്ഷെ അവർക്ക് ചെയ്യാൻ പറ്റില്ല. ഈ അപ്രാക്സിയ നമുക്ക് സംസാരത്തിൽ മാത്രമല്ല, ചിലപ്പോൾ നമ്മുടെ കൈക്ക് ആവശ്യത്തിന് പവർ ഉണ്ടാവും, പക്ഷെ നമ്മൾ കൈ ഉയർത്താൻ പറഞ്ഞാൽ ആ സമയത്ത് കൈ ഉയർത്തില്ല, കാരണം അവർക്ക് അത് ചെയ്യാൻ പറ്റുന്നില്ല. എല്ലാ സിസ്റ്റം ഉണ്ട്, പക്ഷെ ചെയ്യാൻ പറ്റുന്നില്ല. ഇതിനാണ് അപ്രാക്സിയ എന്ന് പറയുന്നത്. അപ്പൊ അവരെന്ത് ചെയ്യും, കപ്പിന് പകരം ഷോപ്പ്, ടപ്പ്, കൂട്ടെന്നൊക്കെ പറയും. പക്ഷെ അവർക്ക് എന്താണെന്ന്, അപ്പൊ നമ്മൾ ഒരു ഗ്ലാസ് ഡാഷ് വേണം, പിന്നെ അത് എന്താണെന്ന് നമ്മൾ പൂരിപ്പിക്കുക. അതുപോലെ ഓരോ കാര്യങ്ങൾ നമ്മൾ ചെയ്യിച്ച് അനേകം പ്രാവശ്യം ചെയ്യിച്ചാൽ മാത്രമേ അത് ശരിയാവുള്ളൂ. ഇതിപ്പോ നമ്മള് പേഷ്യന്റിനോട് പറയാണ്. അതെ, അപ്പൊ അടുത്ത സ്റ്റേജിൽ നമ്മള് കായും ലായും കൂടെ ചേർത്ത് നമ്മൾ ചെയ്യും. പിന്നെ നമ്മള് ചേർത്ത് കാറാക്കും. ഇപ്പൊ നമ്മളൊരു ലാംഗ്വേജ് ഉപയോഗിച്ച് നമ്മുടെ ചെവിയിൽ ഇത് വെച്ചിട്ടുണ്ട്. അപ്പൊ നമ്മൾ അവർക്ക് ക്ലിക്ക് ചെയ്യുന്നതനുസരിച്ചിട്ട് ആ ആന, അപ്പൊ അങ്ങനെ ആ സ്പീച്ച് തെറാപ്പി നമ്മൾ ലാംഗ്വേജ് സോഫ്റ്റ്വെയർ ഉപയോഗിച്ച് ചെയ്യും. പിന്നെ ഞാൻ മുമ്പേ പറഞ്ഞ പോലെ പാട്ടിന്റെ രീതിയിൽ അവരുടെ സംസാരം നന്നാക്കും. പക്ഷെ ചില പക്ഷാഘാത രോഗികൾക്ക് പെർസെപ്ച്വൽ ഡെഫിസിറ്റ് ഉണ്ടാവും. അത് പ്രത്യേകിച്ച് ഇടതുവശം തളർന്നു പോയിട്ടുള്ള ആൾക്കാർ. അപ്പൊ അവർക്ക് എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഇടതുവശം അവരങ്ങ് നെഗ്ലക്ട് ചെയ്യും. അപ്പൊ ഇടതുവശം ഉണ്ടെന്ന് അവർക്കൊരു തോന്നലില്ല.
അവരോട് നടക്കാൻ പറഞ്ഞാൽ അവരങ്ങ് എഴുന്നേറ്റ് നടക്കുകയും വീണു പോവുകയും ചെയ്യും. അതുപോലെ ഇടത്തെ ഭാഗമേ അവരങ്ങ് മറന്നു കളയും. അപ്പൊ അതാണ് പെർസെപ്റ്റീവ് ഡെഫിസിറ്റ്. ഇത് കൂടുതലും ഇടത് ഭാഗം തളരുന്ന ആൾക്കാരിൽ. അതേസമയത്ത് അഫേസിയ കൂടുതലും വലത് ഭാഗം തളരുന്നത്. നമുക്കൊക്കെ അറിയാം വലത് ഭാഗമാണ് നമ്മുടെ ഡോമിനന്റ് സൈഡ്. അതില് നമ്മുടെ ബ്രെയിനിന്റെ ഡോമിനന്റ് സൈഡ് ഇടതുവശത്താണ്. അപ്പൊ ഇടതുവശത്ത് ഒരു മേജർ സ്ട്രോക്ക് വരുമ്പോഴാണ് വലതുഭാഗം തളരുന്നത്. അപ്പൊ വലതുഭാഗം തളരുന്ന രോഗികളിലാണ് കൂടുതലും നമുക്ക് സ്പീച്ചിന് പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്. അപ്പം നമ്മൾ ഈ ഇടഭാഗം തളർന്ന് പെർസെപ്റ്റീവ് ഡെഫിസിറ്റ് ഉള്ള പേഷ്യൻസിനെ നമ്മൾ പ്രത്യേകിച്ച് ആ വശത്ത് നിന്ന് നമ്മൾ സംസാരിക്കണം. ആ വശത്തെ നമ്മൾ എപ്പോഴും കട്ടിലിടുക. അപ്പൊ അങ്ങനെ ആ രീതിക്ക് അവിടെ നിന്ന് ആൾക്കാരോട് സംസാരിക്കാൻ പറയാം. ഇത് നമ്മൾ അഡ്വാൻസ്ഡ് ആയിട്ട് നമ്മൾ ഈ ഒക്കുപേഷണൽ തെറാപ്പി ഉപയോഗിക്കുന്നത് സാധാരണ ഒരു ട്രഡീഷണൽ ഒക്കുപേഷണൽ തെറാപ്പി അല്ലാതെ നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കുന്ന ഒരു അഡ്വാൻസ്ഡ് ടെക്നോളജിയാണ് ഇപ്പൊ നിങ്ങൾ കാണുന്നത്. ഇതില് നമുക്ക് അവിടെ നിന്ന് സ്ക്രീനിൽ നോക്കുമ്പോൾ കാണാം 3+3 എത്രയാണെന്ന് പേഷ്യന്റിനോട് ചോദിക്കും. ആ പേഷ്യന്റ് 6ലേക്കാണ് പേഷ്യന്റ് കൊണ്ടുവരുന്നത്. അപ്പം ആ പേഷ്യന്റിന്റെ അവബോധം കോഗ്നിഷൻ കൂടുകയും അതോടൊപ്പം തന്നെ കൈയുടെ ഫങ്ഷൻ നമ്മളൊരു സ്റ്റിയറിംഗ് വീല് പോലെ ഇംപ്രൂവ് ചെയ്യുകയും ചെയ്യും. നമ്മൾ പേഷ്യൻസിനോട് നിങ്ങൾ ഇത് ചെയ്യേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരൊരു 5-6 പ്രാവശ്യം ചെയ്തിട്ട് അങ്ങ് മടുത്തു പോകും. പക്ഷെ അങ്ങനെയല്ല, നമുക്ക് ഇങ്ങനത്തെ സോഫ്റ്റ്വെയറും ഇങ്ങനത്തെ അഡ്വാൻസ്ഡ് ടെക്നോളജി ഉള്ളപ്പോൾ ഇവർക്ക് എത്ര മണിക്കൂർ വേണേലും ഇവർ ഈ കമ്പ്യൂട്ടറിന്റെ മുന്നിൽ ഇരുന്നവരെ ചെയ്യും. അതാണ് എൻ്റെ ഒരു മെച്ചം. ഇനി എന്താണ് അവബോധം? അവബോധം എന്ന് പറഞ്ഞാൽ നമ്മുടെ അടിസ്ഥാന കാര്യങ്ങൾ, ശ്രദ്ധ, സ്ഥലകാല ബോധം, ഓർമ്മ എന്നിവ അവബോധത്തിൽ ഉൾപ്പെടുന്ന ധർമ്മങ്ങളാണ്. അതിനകത്ത് നമ്മൾ പൊതു അറിവ്, സാമൂഹിക അവബോധം, വിധി നിർണയം, അർത്ഥം, ഇത് മനസ്സിലാക്കാനുള്ള കഴിവാണ്. പക്ഷാഘാതം വരുമ്പോൾ ചിലർക്കൊക്കെ ഈ ബുദ്ധിമുട്ടുണ്ടാവും. അപ്പൊ അവർക്ക് നമ്മളിത് എവിടെയാണ് അവർ താമസിക്കുന്നത്, എവിടെയാണ്, ഇത് ഹോസ്പിറ്റലാണോ, ഇന്ന് എന്താണ് ദിവസം, ഇത് എന്ത് വസ്തുവാണ് എന്റെ മുന്നിലുള്ളത് എന്നൊക്കെ നമുക്ക് പറയാനായിട്ട് ബുദ്ധിമുട്ട് വരും. ആ ഒരു അവബോധത്തിനാണ് കോഗ്നിഷൻ എന്ന് പറയുന്നത്. ഈ കോഗ്നിഷൻ നമ്മൾ എങ്ങനെയാണ് മനസ്സിലാക്കുന്നത്? നമ്മുടെ രുചി, സ്പർശനം, ശബ്ദം, കേൾവി, ഗന്ധം തുടങ്ങിയ മാനസിക കഴിവുകൾ നമ്മൾ സംയോജിപ്പിക്കുകയാണ്. എന്താണ് കോഗ്നിഷൻ എന്ന് പറയുന്നത്? ഉദാഹരണത്തിന് ഒരു പാലുപാത്രം തുറക്കുമ്പം അത് ചിലപ്പം പിരിഞ്ഞിട്ടുണ്ടാവും. അപ്പൊ അതിന്റെ കളറ്, ഗന്ധം തുറന്ന് തിരിച്ചറിഞ്ഞിട്ടാണ് നമ്മൾ പറയുന്നത് പാല് പിരിഞ്ഞു പോയി എന്ന് പറയുന്നത്. ഇത് നമുക്ക് മനസ്സിലാക്കാനോ നഷ്ടപ്പെടുമ്പോഴോ അല്ലെങ്കിൽ നമുക്കൊരു കാൽക്കുലേഷൻ ചെയ്യാനോ നഷ്ടപ്പെടുമ്പോഴാണ് നമ്മൾ കോഗ്നിഷൻ പോകുന്നത്. അതേപോലെ തന്നെ ഓർമ്മ. പലപ്പോഴും പഴയ കാര്യങ്ങൾ ഓർമ്മയുണ്ടാവും, പക്ഷെ പുതിയ കാര്യങ്ങൾ ഓർമ്മ ഉണ്ടാവില്ല. അപ്പൊ നമ്മൾ പുതിയ കാര്യങ്ങൾ എല്ലാ ദിവസവും പേഷ്യൻസിനെ നമ്മൾ പരിചയപ്പെടുത്തുകയും നമ്മൾ ട്രെയിൻ ചെയ്യുകയും ചെയ്യണം. അതേപോലെ തന്നെ അവരുടെ ചിന്ത എന്താണ്, ആരാണ്, എവിടെയാണ്, അപ്പൊ അത് നമ്മൾ ചെറിയ ചെറിയ ചോദ്യങ്ങൾ ചോദിച്ച് അതിനുള്ള ഉത്തരങ്ങൾ പറഞ്ഞ് നമ്മൾ ഇവരെ ദിവസവും സ്റ്റിമുലേറ്റ് ചെയ്തുകൊണ്ടിരിക്കണം. പലപ്പോഴും സ്ട്രോക്ക് ഉള്ള പേഷ്യൻസിനെ നമ്മൾ നെഗ്ലക്ട് ചെയ്ത് വെച്ച് നമ്മുടെ TV കണ്ടുകൊണ്ടിരിക്കും. അതിന് നോക്കാനിരിക്കുന്നത് നമ്മള് ബൈസ്റ്റാൻഡർ ആണെങ്കിലോ അല്ലെങ്കിൽ റിലേറ്റീവ് ആണെങ്കിലോ, അദ്ദേഹം ഒന്നും സംസാരിക്കുന്നില്ല, അതുകൊണ്ട് ഞാൻ എന്റെ കാര്യങ്ങൾ നോക്കാം, മൊബൈൽ നോക്കാം എന്നാണ് വിചാരിക്കുക. അങ്ങനെയല്ല, നമ്മൾ കോൺസ്റ്റന്റ് ആയിട്ട് ഇങ്ങനത്തെ പേഷ്യൻസിനോട് ഇന്ററാക്ട് ചെയ്തുകൊണ്ടിരിക്കണം. ഈ പേഷ്യൻസ് ഉള്ള മുറിയിൽ അവർക്ക് നമുക്ക് എന്താണോ ഇഷ്ടപ്പെട്ടിരുന്നത് ആ TV ഓൺ ചെയ്യുക, ആ പാട്ട് കേൾപ്പിക്കുക, എപ്പോഴും ലൈവ് ആയിട്ടിരിക്കുക, ആക്റ്റീവ് ആയിട്ടിരിക്കുക. ദാറ്റ് വിൽ ഇംപ്രൂവ് ദ സ്റ്റിമുലേഷൻ ഫോർ ദ ബ്രെയിൻ. പിന്നെ ബ്രെയിൻ ഫംഗ്ഷൻ കൂട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് സ്പെസിഫിക് ആയിട്ട് സോഫ്റ്റ്വെയറുകളുണ്ട്. ഇതിനകത്ത് 55 എവിടെയാണെന്ന് നമുക്ക് പേഷ്യൻസിനോട് നമുക്ക് ചോദിക്കാം, അവർ തൊട്ട് കാണിക്കും. ഇനി നമുക്ക് ബാലൻസ്, ഇതൊരു ബാലൻസ് പലർക്കും ഇമ്പയർഡ് ആയി പോകും. ബാലൻസ് ഇമ്പയർഡ് ആകുമ്പോൾ ഇവരെ നമ്മൾ ഒരു ബാലൻസ് ട്രെയിനർ, അത് സോഫ്റ്റ്വെയർ ഉപയോഗിച്ചിട്ടുള്ള ഒരു ബാലൻസ് ട്രെയിനറാണ്. വലതുവശം തളർന്നിട്ടുള്ള ഒരു പേഷ്യന്റ്, ഇത് നിങ്ങൾക്ക് കാണാൻ ഒരു മൊബൈൽ താഴെ ഇരിക്കുന്നത്. ഈ മൊബൈലിൽ നിന്നുള്ള റേഡിയോ ഫ്രീക്വൻസി വേവ്സ് നമ്മൾ ഒരു ഗെയിം ആയിട്ട് മാറ്റിയിട്ട് ഈ ബോള് ഇതിനകത്ത് ഒരു പോക്കറ്റിൽ ഇടുക എന്നുള്ള ഗെയിമാണ് ഈ പേഷ്യന്റ് ഇപ്പൊ ബാലൻസ് വഴി കളിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മൾ അല്ലാണ്ട് ബാലൻസിന് ഒരു പേഷ്യന്റിനെ ഒരു ബാലൻസ് ബോർഡിൽ നിർത്തിയ ഒരു 2 മിനിറ്റ് കഴിയുമ്പോൾ ഈ പേഷ്യന്റിന്റെ ശ്രദ്ധ നഷ്ടപ്പെടുകയും പേഷ്യന്റ് നിർത്തുകയും ചെയ്യും. അപ്പൊ അതിന് പലതരത്തിലുള്ള ഗെയിംസ് ഉണ്ട്. ഒരു നമ്മള് പോക്കർ ഗെയിം ആണെങ്കിൽ ഇതൊരു ഇപ്പൊ കണ്ടുകൊണ്ടിരിക്കുന്നത് ഒരു ഫുട്ബോൾ ഗെയിമാണ്. അപ്പൊ നമ്മൾ ഫുട്ബോളിനെ നമ്മൾ അടിച്ച് നമ്മൾ ഈ ഗോൾ പോസ്റ്റിൽ ഇടുന്നതാണ് ഈ ഗെയിം. അപ്പൊ ഇത് ഇങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് ഒരുപാട് പേഷ്യൻസിന് പെട്ടെന്ന് നമുക്ക് ഇംപ്രൂവ്മെന്റ് ഉണ്ടാവും, അവർക്ക് കോഗ്നിഷനും ഇംപ്രൂവ് ചെയ്യാൻ സാധിക്കും. പിന്നെ നമ്മൾ ഇപ്പൊ കൈയുടെ ഫംഗ്ഷൻ കൂട്ടാനുള്ള പ്രത്യേക സംവിധാനങ്ങൾ, അതിൽ ഒരു എക്സാമ്പിൾ ആണ് ഇപ്പൊ കാണുന്നത്. ഈ പേഷ്യന്റിന് വലത്തെ കൈക്ക് തളർച്ചയുണ്ട്, അപ്പൊ വിരലുകൾ വർക്ക് ചെയ്യില്ല. അപ്പൊ വിരല് വർക്ക് ചെയ്യാതെ വരുമ്പോൾ ഈ പേഷ്യന്റ് നമ്മൾ സ്ക്രീനിൽ നോക്കി ബോൾ എടുത്ത് ഇതിലിടുകയാണ്. ഈ സെൻസറാണ്, ഈ വെച്ചിരിക്കുന്ന സെൻസർ ഉപയോഗിച്ച് നമ്മൾ ഈ ബോള് പേഷ്യന്റിന് തോന്നും പേഷ്യന്റ് കൈ കൊണ്ട് ബോൾ ഇടുകയാണെന്ന് തോന്നും. അതാണ് ഈ സോഫ്റ്റ്വെയർ വെച്ച് നമ്മൾ ചെയ്യുന്നത്.
ഇനി നമ്മൾ ആദ്യം ഒരു പേഷ്യന്റ് നമ്മൾ നമ്മുടെ സെന്ററിൽ വരുന്നു എന്ന് വിചാരിക്കും. അപ്പൊ അങ്ങനത്തെ പേഷ്യൻസിനെ പലപ്പോഴും നമുക്ക് നിൽക്കുമ്പോൾ തന്നെ തല ഇറങ്ങിപ്പോകും. അപ്പൊ അങ്ങനെയുള്ള പേഷ്യൻസിനെ നമ്മൾ ഇതുപോലത്തെ ഒരു ടിൽറ്റ് ടേബിളിൽ നിർത്തി ആദ്യം ട്രെയിൻ ചെയ്യും. അപ്പൊ ആ പേഷ്യൻസിനെ നമ്മൾ കൈയുടെ ഫംഗ്ഷൻ കൂട്ടാനായിട്ട് അതിന്റെ കൂടെ ഒക്കുപേഷണൽ തെറാപ്പി പലതരം സാധനങ്ങൾ എടുക്കാനും ഒക്കെ പറയും. പിന്നെ രണ്ടാമത്തെ സ്റ്റേജ് വരുമ്പോൾ ഈ പേഷ്യന്റ് ഒന്ന് നിൽക്കാറാവുമ്പോൾ നമ്മൾ ഈ പേഷ്യന്റിനെ നമുക്കൊരു പ്രത്യേക പാർഷ്യൽ വെയിറ്റ് ബെയറിംഗ് മെഷീനിൽ നമ്മൾ ഇടാൻ സാധിക്കും. ഇത് ഒരു റെയിലാണ് കാണുന്നത്, റെയിൽ പാളത്തിന്റെ റെയിൽ പോലത്തെ റെയിൽ. ഇതിൽ നമ്മൾ ഈ പേഷ്യന്റിനെ നമ്മൾ അവരുടെ ഹൈറ്റ് അനുസരിച്ചിട്ട് ഈ പുള്ളിയും കപ്പി ഉപയോഗിച്ച് നമ്മൾ ഇതുപോലത്തെ ഒരു, ഇവിടെ നിങ്ങൾ അത്ര ക്ലിയർ അല്ല, ഇവിടെ കാണാം, ഇത് വെച്ചിട്ട് ഈ പേഷ്യന്റിനെ നമ്മൾ കെട്ടി നിർത്തും. ഇതുപോലെ കെട്ടി നിർത്തിയിട്ട് ഇതിലൂടെ പേഷ്യന്റ് ഇങ്ങനെ ഈ പാരലൽ ബാറിൽ കൂടെ നമ്മൾ പിടിച്ചങ്ങ് നടക്കും. ഈ പേഷ്യന്റ് ഒന്ന് നമുക്ക് നോക്കാം. ഇത് വന്ന സമയത്ത് ഈ പേഷ്യന്റിനെ നമ്മൾ നിർത്തി നിൽക്കാൻ ബാലൻസ് ഇല്ലായിരുന്നു. അത് കഴിഞ്ഞ് ഈ പേഷ്യന്റിനെ നമ്മൾ ഇതുപോലത്തെ ഇതില് ഈ ഒരു സെറ്റപ്പിൽ നടത്തുമ്പോഴുള്ള അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു 3-4 പേര് ചേർന്ന് പിടിക്കേണ്ട ആവശ്യമില്ല. പിന്നെ പേഷ്യന്റിന് തോന്നും പേഷ്യന്റ് തന്നെ നടക്കുന്നു എന്ന്. ആ പേഷ്യന്റ് നടക്കുന്നു എന്ന് തോന്നുമ്പോൾ നമ്മുടെ ബ്രെയിനിൽ പുതിയ എൻഗ്രാംസ് ഉണ്ടാവുകയും ബ്രെയിനിലെ റിക്കവറി പെട്ടെന്ന് ഉണ്ടാവുകയും ചെയ്യും. നിങ്ങൾക്ക് കാണുന്ന പോലെ പേഷ്യന്റ് വളരെ ബുദ്ധിമുട്ടിയാണ് ഈ പേഷ്യന്റ് ആദ്യം നമ്മൾ വന്ന സമയത്ത് നടക്കുന്നതിനായിട്ട് ബുദ്ധിമുട്ടുണ്ടായത്. ഇനി ഈ പേഷ്യന്റ് ഒരു 20 ദിവസത്തെ റീഹാബിലിറ്റേഷൻ കഴിഞ്ഞ് ഈ പേഷ്യൻസിനെ എല്ലാം ഞങ്ങൾ എന്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നമ്മൾ റോഡിലൊക്കെ ഇറങ്ങിയാൽ എങ്ങനെ വേണം അതിനും കൂടെ ട്രെയിൻ ചെയ്യും. അപ്പൊ ആ കാണുന്ന മുമ്പേ നമ്മൾ നിൽക്കാൻ ബുദ്ധിമുട്ടിയിരുന്ന പേഷ്യന്റാണ് ഇപ്പൊ തന്നെ സ്വയമേ നമ്മുടെ റോഡിൽ കൂടെ നടക്കുന്നത്. അപ്പൊ ഇതിനെല്ലാം നമ്മൾ ക്രമാനുഗതമായിട്ടുള്ള എക്സർസൈസും ട്രെയിനിങ്ങും കൊണ്ടെങ്കിൽ മാത്രമേ ഇങ്ങനത്തെ സ്ട്രോക്ക് പേഷ്യൻസിനെ നമുക്ക് ഇമ്പ്രൂവ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. ഇനി ഇതുപോലെ നമ്മൾ കൈയുടെ ഫംഗ്ഷൻ പലപ്പോഴും കണ്ടുവരുന്ന ഒരു സംഗതി, കൈയുടെ ഫംഗ്ഷൻ കിട്ടാൻ വളരെ ബുദ്ധിമുട്ടാണ്. ഇത് നമ്മൾ ഇത്രയൊക്കെ അഡ്വാൻസ്ഡ് സ്ട്രോക്ക് റീഹാബിലിറ്റേഷൻ ഉണ്ടെങ്കിൽ പോലും കൈയുടെ ഫംഗ്ഷൻ കിട്ടാൻ വളരെ ബുദ്ധിമുട്ടാണ് പല പേഷ്യൻസിനും. അപ്പൊ അതിലുപയോഗിക്കുന്ന ഒരു സങ്കേതമാണ് മിറർ തെറാപ്പി. ഇപ്പൊ നിങ്ങൾ കാണുന്ന പോലെ ഈ കൈക്കാണ് തകരാറ്. അപ്പൊ ഈ കയ്യിൽ നമ്മൾ ഈ കൈ ഇവിടെ 2 പാർട്ടീഷൻ ഉണ്ട്, ഇവിടെ ഒരു മിറർ ഉണ്ട് 2 സൈഡിലും. വലത്തെ കയ്യിൽ ഒരു ബോൾ പിടിച്ച് ഞെക്കുന്നുണ്ട്. ഇനി അടുത്ത പടം നോക്കാം. ഇത് ചെയ്യുമ്പോൾ നമ്മൾ വലത്തെ കൈ മാത്രമാണ് വർക്ക് ചെയ്യുന്നത്, ഇടത്തെ കൈ വെറുതെ ഇരിക്കുകയാണ്. അപ്പൊ ഇപ്പൊ പേഷ്യന്റ് 2 കൈയും കാണുന്നുണ്ടെങ്കിലും നമ്മൾ ഈ വലത്തെ കൈ നമ്മൾ മൂടി വെച്ച് കഴിയുമ്പോൾ പേഷ്യന്റിന് തോന്നുന്നത് വലത്തെ കൈയും ഇടത്തെ കൈയും കൂടെ വർക്ക് ചെയ്യുന്നതെന്നാണ് നമ്മൾ കാണുന്നത്. അപ്പൊ അത് നമ്മുടെ പേഷ്യന്റിന് പുതിയ എൻഗ്രാംസ് ഉണ്ടാക്കാനും പെട്ടെന്ന് ഇമ്പ്രൂവ് ചെയ്യാൻ ചെയ്യും. ഇതിന് നമ്മൾ മിറർ തെറാപ്പി എന്ന് പറയും. നമ്മൾ ഈ പേഷ്യൻസിനെ നമ്മൾ കിടത്തുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം. പലപ്പോഴും നമ്മൾ ഈ സ്ട്രോക്ക് വന്ന വശം വെച്ച് കിടത്തുക, അങ്ങനെയല്ല, നല്ല വശം വെച്ച് കിടത്തുക, അതിന് ആവശ്യത്തിന് പില്ലോ വെച്ച് സപ്പോർട്ട് ചെയ്യുക. അപ്പൊ കിടക്കുമ്പോൾ നമ്മൾ ചില പേഷ്യൻസ് നമുക്ക് പറഞ്ഞ പോലെ 10% ആൾക്കാർക്ക് ഒരു ഇമ്പ്രൂവ്മെന്റും ഇല്ല. അപ്പൊ അവര് കിടക്കുമ്പോൾ അവർക്ക് ആൽഫാബെറ്റ് അല്ലെങ്കിൽ എയർബെറ്റ് വേണം, അവർക്ക് പുറം പൊട്ടാനുള്ള സാധ്യതയുണ്ട്, അവരെ തിരിച്ചും മറിച്ചും കിടക്കണം, അതിനൊരു ഹെൽപ്പ് വേണം, ചെയ്യാൻ സഹായിക്കണം. കട്ടലിൽ ഒരു സ്ഥലത്തും മർദ്ദം കൊടുക്കരുത്, കാരണം അങ്ങനെ വരുമ്പോൾ ഇവർക്ക് പ്രഷർ ഉണ്ടാവാനായിട്ടുള്ള സാധ്യതകളുണ്ട്. പിന്നെ കട്ടിലിൽ നിന്ന് വീഴാതെ നോക്കണം. അപ്പൊ കട്ടിലിന് റെയിലുള്ള കട്ടിൽ, അത് സിമ്പിൾ ആയിട്ടുള്ള കട്ടിലായാലും സോഫിസ്റ്റിക്കേറ്റഡ് ആണെങ്കിലും അത് എപ്പോഴും ഉയർത്തി വെക്കണം പേഷ്യന്റ് രാത്രിയിലൊക്കെ കിടക്കുമ്പോൾ. പിന്നെ ഇരിക്കാനായിട്ട് മാക്സിമം പേഷ്യൻസിനെ നമ്മൾ അവർക്കത് വലിയൊരു മനസ്സിനൊരു വലിയ കാര്യമാണ്. അപ്പം അതിന് അവരെ സഹായിക്കണം, അതിന് വീൽ ചെയറിൽ അവരെ ഇരുത്താനായിട്ട് ശ്രമിക്കുക. പലപ്പോഴും ഇങ്ങനെയുള്ള പേഷ്യൻസിനെ നമ്മൾ ട്രെയിൻ ചെയ്ത് കഴിഞ്ഞു കഴിയുമ്പോൾ ഇപ്പൊ ഈ വളരെ സിമ്പിൾ ആയിട്ട് ഒരു വിരല് കൊണ്ട് തുറക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു ബാത്റൂമിലെ വാതില് നമുക്കൊരു മുകളിലൊരു പുള്ളി വെച്ച് നമുക്ക് ചെയ്യാൻ സാധിക്കും. പിന്നെ ബാത്റൂമിൽ അവർക്ക് ഇരിക്കാൻ സൗകര്യത്തിന് ഒരു ചെറിയ ഒരു കെട്ടി ഒരു ടൈലിട്ട് ഉണ്ടാക്കാം. അതുപോലെ തന്നെ എല്ലാ സ്ഥലത്തും അവർ നടക്കുന്ന സ്ഥലത്തും ബാത്റൂമിലും നമുക്ക് വീടുകളിൽ നമുക്ക് ഇത് മോഡിഫൈ ചെയ്യാം. ഇതിന് ഒരു ഉയർച്ച നമ്മുടെ ഇതിന് കൊടുക്കാം. അതേപോലെ തന്നെ ഇതിന് എക്സ്ട്രാ നമുക്കൊരു റെയിലും കൂടെ നമുക്ക് പിടിപ്പിക്കാൻ സാധിക്കും. ഇങ്ങനെയുള്ള പേഷ്യൻസിന് പലപ്പോഴും നമ്മൾ ബോളിൽ എക്സർസൈസ് ചെയ്യിക്കും, അതേപോലെ തന്നെ സൈക്കിളിൽ നമ്മൾ എക്സർസൈസ് ചെയ്യിക്കും. അതേപോലെ തന്നെ നമ്മൾ കാലനക്കാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് അതിന് പ്രത്യേക മെഷീൻ ഉപയോഗിച്ച് കാലനക്കും. കൈ അനക്കാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് കൈക്ക് സപ്പോർട്ട് കൊടുക്കും. കുറച്ചുകൂടെ ഫങ്ഷൻസ് കൂടി കഴിഞ്ഞു കഴിയുമ്പം ഇവർക്ക് ആ കൈയുടെ പ്രത്യേകിച്ച് വിറയലുണ്ടെങ്കിൽ പാർക്കിൻസൺസ് പേഷ്യൻസിനും ഇതുപോലെ ട്രെയിൻ ചെയ്യാൻ നമുക്ക് സാധിക്കും. പിന്നെ മ്യൂസിക് തെറാപ്പി, ഞാൻ മുമ്പേ പറഞ്ഞ മെലഡിക് ഇന്റൻഷൻ തെറാപ്പി കൂടാതെ നമുക്ക് മ്യൂസിക് തെറാപ്പി എല്ലാവരും കൂടെ കൂടി ചേർന്ന്, ഇതെല്ലാം പേഷ്യൻസ് ആണ്, ഇതിലെ ഒരാൾ മാത്രമേ ഗിത്താർ പിടിച്ചിരിക്കുന്ന ആളാണ് നമ്മുടെ സ്റ്റാഫ്.
ഇവരെല്ലാവരും കൂടെ പല രീതിയിലുള്ള വെച്ച് ഒന്നിച്ച് പാട്ട് പാടുമ്പോൾ ഇവർക്കൊരു മാനസിക ഉല്ലാസവും അതേപോലെ തന്നെ നമുക്ക് ബ്രെയിൻ ഫങ്ഷൻസ് കൂടുകയും ചെയ്യും. ഇതാണ് ഞാൻ മുമ്പ് പറഞ്ഞ ട്രഡീഷണൽ ഒക്കുപേഷൻ തെറാപ്പി. ഇതിൽ നമ്മൾ ഓരോരോ ആക്ടിവിറ്റീസ് നമ്മൾ പേഷ്യന്റിനെ കൊണ്ട് ചെയ്യിക്കാം, നമ്മൾ ഈ കൈയുടെ ഫങ്ഷൻസ് കൂട്ടാൻ. പക്ഷെ അതിൽ അഡ്വാൻസ്ഡ് ആണ് മുമ്പ് ഞാൻ കാണിച്ച സങ്കേതങ്ങൾ. ഇത് നമ്മളൊരു ഗ്ലൗ ഉപയോഗിച്ച് നമുക്ക് കൈയുടെ വിരലുകൾ തൊടാനായിട്ട് ഉപയോഗിക്കുന്ന ഒരു ആധുനിക സങ്കേതമാണ്. ഈ കാണുന്നതൊക്കെ നമ്മൾ ഓരോരോ പലതരത്തിലുള്ള ഈ നമ്മൾ എക്സർസൈസ് ചെയ്യിക്കാൻ ഉപയോഗിക്കുന്നത്. ഇതിനാണ് നമ്മൾ ഒക്കുപേഷണൽ തെറാപ്പി. ഒക്കുപേഷണൽ തെറാപ്പി എന്ന് പറയുമ്പോൾ നമുക്ക് നമ്മുടെ ദൈനംദിന കാര്യങ്ങൾ ചെയ്യാൻ, നമ്മുടെ ഡ്രസ്സിങ്, ആഹാരം കഴിക്കാന്, അതേപോലെ ബ്രഷ് ചെയ്യാന്, തലമുടി ചെയ്യാന്, ഈ ഫങ്ഷൻസ് എല്ലാം പഠിപ്പിക്കുകയും നമ്മൾ വീൽ ചെയറിൽ നിന്ന് നമുക്ക് ട്രാൻസ്ഫർ ചെയ്യാനും പഠിപ്പിക്കുന്ന ട്രീറ്റ്മെന്റ് ആണ് ഒക്കുപേഷണൽ തെറാപ്പി. ഇത് മാത്രമല്ല, പിന്നെ നമുക്ക് ഈ ഒക്കുപേഷണൽ തെറാപ്പി തന്നെ പല അഡ്വാൻസ്ഡ് ടെക്നോളജി ഉപയോഗിക്കാം. ഇതിലിപ്പോ നമ്മൾ കാണുന്നത് നമ്മുടെ കൈ വളരെ ചെറിയ മൂവ്മെന്റേ ഉള്ളൂ, പക്ഷെ ആ ചെറിയ മൂവ്മെന്റിൽ തന്നെ നമുക്ക് കൈയുടെ ഫങ്ഷൻസ് കൂട്ടാൻ നമുക്ക് സാധിക്കും. അതേപോലെ തന്നെയാണ് ഈ കാണുന്നത്. അപ്പൊ നമുക്ക് പല രീതിയിലുള്ള ഗെയിംസ് ഇതിനകത്ത് നമുക്ക് കളിക്കാൻ സാധിക്കും. അപ്പൊ ആ പേഷ്യന്റ് നമ്മുടെ ആ കൈയിലെ ഒരു സാധനം താഴേന്ന് പൊക്കിയെടുത്ത് നമ്മൾ കൊണ്ടുവന്ന് ഗ്ലാസ്സിലേക്ക് നമ്മൾ വീഴിക്കുകയാണ്, ആ കുപ്പി ഇടുകയാണ് ചെയ്യുന്നത്. അപ്പൊ അതിനൊരു ചെറിയ മൂവ്മെന്റ്. ഇത് നമ്മളൊരു കുപ്പിക്കകത്തോട്ടൊരു ഒരു ഗ്ലാസ്സിനകത്തോട്ടൊരു ചെറിയ കുപ്പി ഇടാൻ പറഞ്ഞാൽ അതിന് തന്നെ ഇട്ട് കഴിയുമ്പോൾ പേഷ്യന്റ് നിർത്തും. പക്ഷെ ഇത് ഗെയിമായിട്ട് കളിക്കുമ്പോൾ നമുക്ക് ഈ പേഷ്യന്റിന് ഒരു മാനസിക ഉല്ലാസവും അതുവഴി ട്രെയിനിങ് ഉണ്ടാകുകയാണ് നമ്മൾ ചെയ്യുക. അതേപോലെ തന്നെയാണ് ഇത് വേറൊരു ഗെയിമാണ് ഇപ്പൊ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. ആ പേഷ്യന്റ് തന്നെ നമ്മളൊരു കോഴി അതിലെ വേംസിനെ കൊത്തിയെടുക്കുകയാണ്. അപ്പൊ ഇത് പേഷ്യന്റ് നമ്മൾ ചെയ്ത് കൈയുടെ അപ്പർ ലിംബിനുള്ള ഫങ്ഷൻ കൂട്ടാൻ. നമുക്ക് ലോവർ ലിംബിലെ ഫങ്ഷൻസ് എങ്ങനെ കൂട്ടാൻ നോക്കാം. ഈ കാണുന്ന 2 സെൻസറുകളാണ്. ഈ സെൻസറുകൾ വെച്ച് പേഷ്യന്റ് എഴുന്നേക്കാൻ ശ്രമിക്കുമ്പോൾ നമുക്ക് സ്ക്രീനിൽ ഒരു ഉദാഹരണത്തിന് ഒരു തീ പിടിച്ചിരിക്കുകയാണ്. ആ തീ പിടിച്ചിരിക്കുന്നിടത്തൊക്കെ വെള്ളം പമ്പ് ചെയ്യാനായിട്ട് ഈ പേഷ്യന്റ് ശ്രമിക്കാൻ പോവുകയാണ് ചെയ്യുന്നത്. അപ്പൊ ഇത് സ്ക്രീനിൽ നോക്കുമ്പോൾ അവിടെ തീ പിടിച്ചിട്ടുണ്ട്. അപ്പം പേഷ്യന്റ് എഴുന്നേക്കുന്നു, വെള്ളം വന്ന് വീഴുന്നു. അപ്പൊ നമ്മൾ പേഷ്യന്റിനോട് എഴുന്നേക്കാൻ പറയണ്ട. പേഷ്യന്റിനോട് ഈ ഗെയിം വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ ഈ പേഷ്യന്റ് ഗെയിം കളിച്ചുകൊണ്ടേയിരിക്കും. അപ്പൊ ഇതാണ് നമുക്ക് പേഷ്യന്റിന്റെ ബോറടിക്കാതെ പേഷ്യന്റിന് നമുക്ക് ഒരേ നേരത്തേക്ക് നമുക്ക് ഓരോ പ്രവൃത്തികളിൽ ഈ പേഷ്യന്റിന് സ്ട്രോക്ക് വന്നിട്ടുള്ള പേഷ്യൻസിനെ നമുക്ക് എൻഗേജ് ചെയ്യാനായിട്ട് നമുക്ക് സാധിക്കും. അതാണ് ഇങ്ങനത്തെ ഗെയിംസ് കൊണ്ടുള്ള പ്രത്യേക സ്ട്രോക്ക് സോഫ്റ്റ്വെയർ കൊണ്ടുള്ള പ്രയോജനം. പിന്നെ ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് ഭക്ഷണം കഴിക്കലും വെള്ളം കുടിക്കലും. കാരണം പലപ്പോഴും പേഷ്യൻസ് വരുമ്പോൾ അവർക്കൊരു മൂക്കിലൊരു ട്യൂബ് ഇട്ടിട്ടാണ് വരുന്നത്. ചില പേഷ്യൻസിന് നമുക്ക് സോളോയിങ് പ്രോബ്ലംസ് ഉണ്ട്. അങ്ങനെ ഉള്ളപ്പം അതിനൊരു സോളോയിങ് ടീം തന്നെയുണ്ട്. ഈ ടീം വീഡിയോ ഫ്ലൂറോസ്കോപ്പി കൂടെ നമുക്ക് എന്താണ് പ്രശ്നം എന്ന് നോക്കി നമുക്ക് ഈ ട്യൂബ് ഊരാൻ സാധിക്കുമോ എന്ന് അനലൈസ് ചെയ്ത് അങ്ങനെ ഊരാൻ സാധിക്കുകയാണെങ്കിൽ ആ ട്യൂബ് ഊരിയിട്ട് നമ്മൾ പതുക്കെ ഭക്ഷണം കൊടുക്കും. ഈ ഭക്ഷണം കൊടുക്കുമ്പോൾ ഏറ്റവും കോമൺ ആയിട്ടുള്ള ഒരു മിസ്റ്റേക്ക് എന്ന് പറയുന്നത് നമ്മുടെ ഭക്ഷണം നമ്മൾ കട്ടിയുള്ള ഭക്ഷണം കൊടുക്കണം. അത് വെള്ളം കൊടുക്കും. ആൾക്കാർ എല്ലായ്പ്പോഴും ചെയ്യുന്ന ഒരു തെറ്റായ കാര്യം, നമ്മൾ സ്പൂണിൽ കുറെ വെള്ളം കൊടുക്കും, എന്നിട്ട് ഇത് ചുമയ്ക്കുമ്പോൾ ഇത് ലങ്ങിപ്പോകും. അപ്പൊ അതാണ് ഏറ്റവും വലിയൊരു പ്രോബ്ലം. അതുകൊണ്ട് എപ്പോഴും നമ്മുടെ ഓട്സിന്റെ പരുവത്തിൽ സെമി സോളിഡ് ആയിട്ടുള്ള സാധനങ്ങൾ കൊടുക്കുക. അതിനുശേഷം നമ്മുടെ പഴം പോലെ കുറച്ച് മാർദ്ദവമുള്ളതും കഴിക്കാവുന്നതും മുട്ടയൊക്കെ ഞെരടി കൊടുക്കുക. അങ്ങനെ കൊടുത്ത് പരിശീലിപ്പിച്ച് ഹാർഡായിട്ടുള്ള ഫുഡ് കൊടുത്തതിന് ശേഷമേ വെള്ളം കൊടുക്കാവുള്ളൂ. ആ ഭക്ഷണം കൊടുക്കുന്നതിന് ഒരു പ്രത്യേക രീതിയുണ്ട്. അത് ആ പ്രത്യേക രീതിക്ക് തന്നെ നമ്മൾ വായിലിട്ട് ടക്ക് ചെയ്ത് വേണം കൊടുക്കാനായിട്ട്. കുറച്ച് ഭക്ഷണമേ കൊടുക്കാവുള്ളൂ. കൊടുക്കുമ്പോൾ അത് വായ്ക്കുള്ളിൽ അത് പറ്റരുത്. പിന്നെ എന്തെങ്കിലും ഇരിപ്പുണ്ടെങ്കിൽ അത് നമ്മൾ എടുത്ത് കളയണം. പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് മലമൂത്ര പരിരക്ഷ. പലപ്പോഴും പേഷ്യൻസിന് ഒരു ട്യൂബ് ഇട്ടിട്ടാണ് വരിക. മൂത്രം പോകാൻ ട്യൂബ് ഇട്ടിട്ടുണ്ടെങ്കിൽ ഈ പേഷ്യൻസിന് ഇൻഫെക്ഷൻ ഉണ്ടാകാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ്. അതുപോലെ തന്നെ സമയത്തിനല്ലാതെ ബലബന്ധം നമ്മൾ തെറാപ്പി ചെയ്യുന്ന സമയത്ത് ഇളകി പോവുക. അപ്പൊ ഇതിന് നമ്മളൊരു ട്രെയിനിങ് കൊടുക്കണം. അതിന് ട്രെയിനിങ് കൊടുക്കാനായിട്ട് ആദ്യം ഇത് ബ്ലോക്ക് ചെയ്ത് ഓരോ മണിക്കൂറിലും നമ്മൾ പാൻ വെച്ച് കൊടുത്ത് മൂത്രം ട്രെയിൻ ചെയ്യുക. കുറച്ച് കഴിഞ്ഞിട്ട് ഇത് എടുക്കുക, ട്യൂബ് എടുത്ത് നമ്മൾ ട്രെയിൻ ചെയ്യുക. കുറെ ദിവസങ്ങൾ കൊണ്ട് ട്രെയിൻ ചെയ്യുമ്പോൾ നമുക്ക് ട്യൂബ് മാറ്റാൻ സാധിക്കും. അതേപോലെ തന്നെ നമുക്ക് രാവിലെ ടോയ്ലറ്റിൽ പോകുന്നതിനായിട്ട് ഒരു സപ്പോസിറ്ററി ഒരു 6:30 മണിക്കോ അല്ലെങ്കിൽ 7 മണിക്കോ വെക്കുക, ആഹാരം കൊടുക്കുക. ഒരു അരമണിക്കൂർ കഴിയുമ്പോൾ നമുക്ക് നാച്ചുറൽ റിഫ്ലക്സ് വരും. അപ്പൊ നമ്മൾ കൊണ്ടേയിരുത്തുക. ഒരു 5 ദിവസം കഴിയുമ്പോഴത്തേക്കും തനിയെ പോകും. അപ്പൊ അങ്ങനെ നമ്മൾ ട്രെയിൻ ചെയ്യണം. പിന്നെ ഫുഡില്
പലവർഗ്ഗങ്ങള്, നാരുകളൊക്കെ കൊടുക്കണം, ധാരാളം വെള്ളം കൊടുക്കണം. കാരണം ഇൻഫെക്ഷൻ എപ്പോഴും നമ്മൾ പ്രിവെന്റ് ചെയ്യണം. ചിലർക്കൊക്കെ കൈക്കുഴയ്ക്ക് വേദന വരാറുണ്ട്. അപ്പൊ അങ്ങനെ വന്നു കഴിഞ്ഞാൽ ചുമലിന് ചിലപ്പോൾ നമ്മൾ സ്പെഷ്യൽ ഇഞ്ചക്ഷൻസും കാര്യങ്ങളൊക്കെ ചിലപ്പോൾ കൊടുക്കേണ്ടി വരും. പിന്നെ ഈ പേഷ്യൻസിന് നമുക്ക് ഒരു ഏരിയ കളിക്കാനായിട്ടുള്ള ഒരു ഊഞ്ഞാല്, അതേപോലെ തന്നെ സ്വിങ്, ഇതൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് കൂടുതൽ ഈ പേഷ്യൻസിന് മാനസിക ഉല്ലാസം കിട്ടും. പിന്നെ ഈ പേഷ്യൻസ് 3-4 പേരുണ്ടെങ്കിൽ അവരെ ഒരുമിച്ചിരുത്തി നമ്മൾ എല്ലാവരും കൂടെ വാശിക്ക് ട്രെയിൻ ചെയ്യുക. അതിനാണ് ഗ്രൂപ്പ് എക്സർസൈസ് എന്ന് പറയുന്നത്. പിന്നെ ഇവര് കുറച്ചൊന്ന് ഇമ്പ്രൂവ് ആയി കഴിയുമ്പോൾ ഇവരെ ഒന്ന് സ്റ്റെയർ ക്ലൈംബിങ്ങിന് നമ്മൾ സഹായിച്ചു കൊടുക്കും. ഇതൊക്കെ നമുക്ക് ഒരുപാട് നമുക്ക് പ്രയോജനം ചെയ്യുന്ന കാര്യങ്ങൾ. അപ്പം പിന്നെ റാമ്പ് വോക്കിംഗ്, ഇവര് കയറ്റം സമതലത്തിൽ മാത്രം നടന്നാൽ പോരാ, കയറ്റം കയറി ഇറങ്ങുകയും ചെയ്യണം. അതിനുശേഷമാണ് ഇവരെ നമ്മൾ റോഡിലും ഒക്കെ കൊണ്ടുപോവുക. പക്ഷേ ഇതൊക്കെ ചെയ്താലും പലപ്പോഴും നമുക്ക് കാണുന്ന ഒരു സംഗതി, പേഷ്യന്റ് ഡിസ്ചാർജ് ചെയ്യുന്ന സമയത്ത് പേഷ്യന്റ് നടന്നു പോകും, പക്ഷെ ഒരു വോക്കർ വേണം, അല്ലെങ്കിൽ ഒരു കെയിൻ വേണം, കൈക്ക് ഫംഗ്ഷൻ ഉണ്ടാവില്ല, അതേപോലെ തന്നെ നടക്കാനുള്ള ബുദ്ധിമുട്ട്. ഇത് നമുക്ക് എന്താണ് സംഭവിക്കുന്നത്? നമ്മളിപ്പോ ചികിത്സിക്കുന്നത് നമ്മുടെ ആ തകരാറ് വന്ന കൈയും അതേപോലെ ഒരു ലിമിറ്റ് വരെ ബ്രെയിനോ. പക്ഷെ ഇത് ബ്രെയിനിൽ നമുക്ക് നമ്മുടെ റിക്കവറി വന്നാൽ മാത്രമേ നമുക്ക് ഇത് വരുള്ളൂ. എന്താണ് ഈ ഫാനും ലൈറ്റും കാണിച്ചിരിക്കുന്നത്? ഈ ഫാനും ലൈറ്റും നമ്മൾ റിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ഇത് വർക്ക് ചെയ്യുന്നില്ല എന്ന് പറയുന്നത്. പക്ഷെ പ്രശ്നം എവിടെയാണ്? പ്രശ്നം ഇടിക്കുന്ന കറണ്ട് വരുന്നില്ല. അതായത് നമ്മുടെ തലച്ചോറിനെ നമ്മൾ സ്റ്റിമുലേറ്റ് ചെയ്യും. അതിനുള്ള 2 ആധുനിക സംവിധാനങ്ങളാണ് ട്രാൻസ്ക്രേനിയൽ മാഗ്നറ്റിക് സ്റ്റിമുലേഷനും ഹൈപ്പർബാറിക് ഓക്സിജൻ തെറാപ്പി. ട്രാൻസ്ക്രേനിയൽ മാഗ്നറ്റിക് സ്റ്റിമുലേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ബ്രെയിനിൽ നമ്മൾ മാഗ്നറ്റിക് കറണ്ട് കൊടുത്ത് ആ കോശങ്ങളെ, ചില കോശങ്ങളെ ഹൈപ്പർ ആയിരിക്കും, അതിനെ സപ്രസ് ചെയ്യുകയും ഹൈപ്പോ ആയിട്ടുള്ളതിനെ നമ്മൾ സ്റ്റിമുലേറ്റ് ചെയ്യുകയും ചെയ്യുന്ന ട്രീറ്റ്മെന്റ് ആണ് ട്രാൻസ്ക്രേനിയൽ മാഗ്നറ്റിക് സ്റ്റിമുലേഷൻ. അതേപോലെ ഒരു ട്രീറ്റ്മെന്റ്, ഏറ്റവും പുതിയൊരു ട്രീറ്റ്മെന്റ് ആണ് ഹൈപ്പർബാറിക് ഓക്സിജൻ തെറാപ്പി. ഇതിന്റെ പ്രിൻസിപ്പിൾ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ തലച്ചോറിൽ ഞാൻ മുമ്പ് ആദ്യം സൂചിപ്പിച്ച പെനംബ്രൽ ഏരിയ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ബ്രെയിനിന് ചുറ്റും ഡോർമെന്റ് ആയിട്ടുള്ള ഒരു സെൽസ് ഉണ്ട്. ഈ ഡോർമെന്റ് ആയിട്ടുള്ള സെൽസിനെ നമ്മൾ ആക്ടിവേറ്റ് ചെയ്യിക്കുന്നതിനായിട്ട് ഓക്സിജൻ കൊടുക്കുക. അപ്പൊ ഓക്സിജൻ നമ്മുടെ സാധാരണ ലെവലിൽ 18% ഉള്ളൂ, അല്ലെ 20% ഉള്ളൂ. ഇത് നമ്മൾ 100% ഓക്സിജൻ, അല്ലെ 95% ഓക്സിജൻ അണ്ടർ പ്രഷർ, അത് നോർമൽ അറ്റ്മോസ്ഫിയറിക് പ്രഷറിന്റെ ഇരട്ടി പ്രഷറിൽ നമ്മൾ കൊടുക്കുമ്പോൾ നമ്മുടെ ബ്രെയിനിൽ ഓക്സിജൻ നിറയുന്നു. ബ്രെയിനിൽ ഓക്സിജൻ നിറയുമ്പോൾ ബ്രെയിനിലെ ഏകദേശം 4 സ്ക്വയർ കിലോമീറ്ററോളം ഉള്ള ഈ ബ്ലഡ് വെസൽസിനകത്ത് ഓക്സിജൻ നിറയുകയും അതിന്റെ ഫലമായിട്ട് പുതിയ ന്യൂറോൺസ് ഡെവലപ്പ് ചെയ്യുകയും ചെയ്യുന്നതാണ് ഈ ഹൈപ്പർബാറിക് ഓക്സിജൻ തെറാപ്പി. ഇതൊരു ഓക്സിജൻ ചേംബർ ആണ് ഞങ്ങൾ ഉപയോഗിക്കുന്നത്. ഈ ചേംബറിന് ഒരു വാതിലുണ്ട്. ഇത് ഓട്ടോമാറ്റിക് ആയിട്ട് അടഞ്ഞു കഴിയുമ്പോൾ അകത്തെ പ്രഷർ കൊണ്ട് തന്നെ ഇത് അടയാൻ സാധിക്കും. ഇതിൽ നമ്മൾ പേഷ്യൻസിന് 3 പേഷ്യൻസിന് നമുക്ക് ഇരിക്കാൻ സാധിക്കും. ഇതിൽ നമ്മൾ ഓക്സിജൻ നമ്മൾ മാനുഫാക്ചർ ചെയ്ത് ഒരു വീഡിയോ ആണ്. എന്റെ പ്രസന്റേഷൻ ഏകദേശം അവസാനമായിട്ടുണ്ട്. എനിക്കറിയാം കുറച്ച് ബോറായിരുന്നു എന്ന്. ഇതില് നമ്മള് പേഷ്യൻസിനെ ഇരുത്തി നമ്മൾ ഇത് ടെമ്പററി ആയിട്ട് ലോക്ക് ചെയ്ത് നമ്മൾ ഇതിനകത്ത് എല്ലാം നമുക്ക് നിയന്ത്രിക്കാൻ സാധിക്കും. ഇതില് പേഷ്യന്റിനോട് നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ സാധിക്കും. അതിനുശേഷം നമ്മൾ ഇതില് ഇത് അടച്ചതിന് ശേഷം പേഷ്യന്റിനോട് നമ്മൾ സംസാരിച്ച് പേഷ്യന്റിനകത്ത് നമ്മൾ ഓക്സിജൻ നിറയ്ക്കും. ഈ ഓക്സിജൻ ഏകദേശം 60 മിനിറ്റ് മുതൽ 90 മിനിറ്റ് വരെ നമ്മൾ ഇതിനകത്ത് ഓക്സിജൻ നിറച്ച് ഈ ചെയ്യുന്ന ട്രീറ്റ്മെന്റ് ആണ് ഹൈപ്പർബാറിക് ഓക്സിജൻ തെറാപ്പി. ഇത് ഒരുപാട് കാര്യങ്ങൾക്ക് ഉപയോഗിക്കാറുണ്ട്. അതിന്റെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് ഉപയോഗിക്കുന്ന ഒരു കാര്യമാണ് സ്ട്രോക്ക്. ഇനി നമ്മുടെ ഫാമിലി എഡ്യൂക്കേഷൻ, നമ്മൾ ഓരോ പേഷ്യന്റും പോകുമ്പോൾ നമ്മൾ ആ ഫാമിലിയെ നമ്മൾ എഡ്യൂക്കേറ്റ് ചെയ്ത് അതിന് അവർക്കുള്ള നിർദ്ദേശങ്ങൾ നമ്മൾ ലീഫ്ലെറ്റ് ആയിട്ട് കൊടുക്കണം. ഇത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു സംഗതിയാണ്. അപ്പൊ എന്റെ ഇന്നത്തെ ഈ പ്രസന്റേഷനിലെ ഏറ്റവും കാതലായിട്ടുള്ള നിങ്ങള് വീടുകളിൽ നമ്മൾ പോകുമ്പോൾ ടേക്ക് ഹോം മെസ്സേജ്, പ്രിവെൻഷൻ ഓഫ് സ്ട്രോക്ക് ഈസ് ഓൾവേസ് ബെറ്റർ ദാൻ ക്യൂർ. സോ കാരണം ക്യൂർ ബുദ്ധിമുട്ടാണ്, അത് മനസ്സിലാക്കാനാണ് ഞാൻ ഈ പ്രിവെൻഷനെ കുറിച്ചുള്ള ഇമ്പോർട്ടൻസ് കരുതുന്നത്. നമ്മുടെ ബ്ലഡ് പ്രഷർ നമ്മൾ കൺട്രോൾ ചെയ്യുക, കൊളസ്ട്രോൾ നമ്മൾ കുറയ്ക്കുക, സ്മോക്കിംഗ് ക്വിറ്റ് ചെയ്യുക, ഡയബറ്റീസ് കൺട്രോൾ ചെയ്യുക, ഹെൽത്തി വെയിറ്റ് മെയിൻറ്റെയിൻ ചെയ്യുക, നമ്മുടെ BMI 25 താഴെ നിർത്തുക, റെഗുലർ ആയിട്ട് എക്സർസൈസ് ചെയ്യുക, സ്ട്രെസ് മാനേജ് ചെയ്യുക. ഇതാണ് ഇന്ന് നിങ്ങൾക്ക് തരാനുള്ള എന്റെ സന്ദേശം.